عليم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار يجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب صدق الله العلي العظيم بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഉസ്താദുമാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് ചേരലും നമ്മൾ പിരിയുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും എല്ലാം അല്ലാഹു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിലെ രോഗികൾക്ക്, നാമുമായി ബന്ധപ്പെട്ട രോഗികളായി കിടക്കുന്നവർ, ഹോസ്പിറ്റലിലുള്ളവർ, ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഇന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശുദ്ധമായ ആയത്തുൻ നൂറിലാണ്, നൂർ അല്ലാഹുവിന്റെ നൂറിനെ സംബന്ധിച്ച് പറയുന്ന ആ ഭാഗത്തെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ നമ്മൾ ആ ചർച്ച നമുക്ക് അവസാനിപ്പിച്ച് അടുത്ത ആയത്തിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ പ്രപഞ്ചത്തിന്റെ പ്രകാശത്തിന്റെ ദാതാവ് അല്ലാഹുവാണ്. ഈ പ്രപഞ്ചത്തെ അർത്ഥവത്താക്കുന്നത് അല്ലാഹുവിന്റെ സാന്നിധ്യമാണ്. ലോകത്തെ എല്ലാ വസ്തുക്കളും മആനിൻ, എല്ലാം അർത്ഥങ്ങളാണ്. ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് വിളിച്ചോതുന്ന ദലീലുകളാണ്, എല്ലാം അതിന്റെ അടയാളങ്ങളാണ്. ഹുവല്ലാഹിറു വൽ ബാത്തിൻ, അല്ലാഹു എന്നത് he is explicit, at the same time he is hidden. അല്ലാഹു മറഞ്ഞു കിടക്കുകയാണെന്ന് പറയാം. എന്നാൽ അല്ലാഹു ലാഹിറാണ്, അല്ലാഹു പ്രത്യക്ഷത്തിലാണ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് ലാഹിർ എന്ന് പറയുന്നത്? എല്ലാ വസ്തുക്കളിലും അല്ലാഹുവിന്റെ റബ്ബാനിയായ ഇലാഹിയായ തെളിവുകൾ മനുഷ്യനോട് അല്ലാഹുവിന്റെ സാന്നിധ്യം വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അല്ലാഹുവിന്റെ നൂറ് കൊണ്ടുള്ള ഉദ്ദേശമെന്ന് ഒരു വിഭാഗം ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വസ്തുക്കളും ആ അല്ലാഹുവിന്റെ സാന്നിധ്യമോ അല്ലാഹുവിലുള്ള അഖീദയോ ഈമാനോ കിട്ടുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം എങ്ങനെ പ്രോജ്വലിക്കുന്നു, എന്തുമാത്രം ധവള പ്രകാശമുള്ളതാണ്, എന്തുമാത്രം വ്യക്തതയോടുകൂടെയാണ് മുഅ്മിനായ മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതം. അതിന്റെ ഉദാഹരണമായിരുന്നു കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന ഉദാഹരണത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ വാക്കുകളുടെ അർത്ഥവും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂന എന്ന വചനത്തിലൂടെ അള്ളാഹു സിംബലൈസ് ചെയ്തിട്ടുള്ള ആ ആശയവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. എന്തുകൊണ്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നു? എന്തുകൊണ്ടാണ് ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, പൗരസ്ത്യമല്ല പാശ്ചാത്യമല്ല ആ പദപ്രയോഗത്തിൽ ഖുർആനിന്റെ ഇജാസ്,
പൗരസ്ത്യ പാശ്ചാത്യ ലോകമെന്ന് ഭൂമിയുടെ ഭൗതിക ജിയോഗ്രഫിയെ മനുഷ്യൻ രണ്ടായി തിരിക്കുന്ന ആ ഒരു സെഗ്രഗേഷൻ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ വേണ്ടതില്ല. ഇസ്ലാം പൗരസ്ത്യമല്ല, പാശ്ചാത്യമല്ല. ഷജറത്തിൻ മുബാറക്കത്തിൻ, അത് സമാവിയായ അള്ളാഹുവിന്റെ ആശയമാണ്, ഭൂമിക്കുള്ളതല്ല എന്നിത്യാദി അർത്ഥങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ആ ഭാഗത്തേക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ പ്രകാശം കിട്ടുമ്പോഴാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അർത്ഥവത്താകുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും അതിനർത്ഥമുണ്ട്, മരിച്ചു കഴിഞ്ഞാലും അർത്ഥമുണ്ട്. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്ന് ദുആ ചെയ്തു, മരിച്ചുപോയ മുഅ്മിനാത്തുകൾക്ക് പുറത്തു കൊടുക്കണം പടച്ചവനെ, അല്ലെ? ഈമാനില്ലാതെ മരിച്ചുപോയ ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ നമുക്ക് ദുആ ഇറക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ദുആ ഇറക്കാൻ പറ്റുമോ? പാടില്ല. മുഅ്മിനല്ലാതെ മരിച്ചുപോയ ആൾക്ക് പുറത്തു കൊടുക്കണമെന്ന് ദുആ ഇറക്കാൻ പാടില്ല, ഹറാമാണ്. ഈമാനില്ല ആളുകൾക്ക് മാത്രമേ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലോകത്തുള്ള മുഅ്മിനാത്തുകൾക്കെല്ലാം എത്രയോ സത്യവിശ്വാസികൾ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് എന്ന് ദുആ ചെയ്യുന്ന ഖുതുബകൾ, ഇതൊക്കെ മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന സമ്പാദ്യങ്ങളാണ്. മരിച്ചു കഴിഞ്ഞാലും മുഅ്മിനീങ്ങൾക്ക്, അല്ലെ? കോടാനുകോടി ആളുകൾ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടാനിരിക്കുകയാണ്. അറഫായിലും ഹറമിലെ ജുമുഅകളിലും അവിടുത്തെ പ്രാർത്ഥനകളിലും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇതൊക്കെ ജീവിച്ചിരിപ്പുള്ളതും മരിച്ചവരുമായ മുഅ്മിനീങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. എന്തുകൊണ്ട്? ഹിദായത്തിന്റെ നൂറ് കിട്ടിയപ്പോ അവരുടെ ജീവിതം, ഈ ഭൗതിക ജീവിതം അർത്ഥവത്താൻ, മരിച്ചു കഴിഞ്ഞാലും അവർക്ക് അവരുടെ വരുമാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, മുഅ്മിനായ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ നൂറ് കൊണ്ടാണ്, അല്ലെ? അള്ളാഹുവിന്റെ നൂറ് കൊണ്ടാണ് ജീവിക്കുന്നത്. ആ നൂറുണ്ടാകുന്ന ആളുകളാണ് പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത്. അവർക്കാണ് അള്ളാഹുവിനനുസരിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നത്. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. മആദല്ലാഹ് എന്നവർ പറഞ്ഞു, ഇന്നഹു റബ്ബി അഹ്സന മത്വായി ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. സുലൈഖ ബീവി അല്ലെങ്കിൽ ഇംറഅത്തുൽ അസീസ്, ഈജിപ്തിലെ അന്നത്തെ വലിയ ഭരണാധികാരിയായിരുന്ന ആളിന്റെ ഭാര്യ, വളരെ സുമുഖനായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരത്തിലേക്ക് വിളിച്ചപ്പോ ബഹുമാനപ്പെട്ടവരെന്തു പറഞ്ഞു? മആദല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഇന്നഹു റബ്ബി അഹ്സന മത്വായി, എന്റെ റബ്ബ് എനിക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ തന്നവനാണ്, എനിക്ക് ഏറ്റവും നല്ല ഈമാൻ തന്നവനാണ്, എനിക്ക് ഏറ്റവും വലിയ ഹിദായത്ത് തന്നവനാണ് എന്റെ റബ്ബ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ഈ വ്യഭിചാരത്തിലേക്ക് നീ ക്ഷണിക്കുന്നതിന് ഞാനെങ്ങാനും ഉത്തരം നൽകിയാൽ ഞാൻ അക്രമിയാണ്, അക്രമികൾ ഒരിക്കലും വിജയിക്കൂല, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നു. വേറെ ഒരു വിഭാഗം ലോകത്ത് വ്യഭിചാരത്തിന്റെ അവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തുന്നവർ, തിന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോ അത് ഉപയോഗിക്കാൻ, അള്ളാഹുവിനെ മറക്കാൻ, കത്തിയാളുന്ന നരകത്തിന്റെ ചൂട് മറക്കുകയാണ്, ഖബറിൽ വരാൻ പോകുന്ന ശിക്ഷകളെ സംബന്ധിച്ച് മറക്കാൻ, സൂഉൽ ആഖിബത്തിനെ കുറിച്ച് മറക്കാൻ. ഈ വ്യഭിചാരത്തിന്റെ ഇടക്കങ്ങാനും അള്ളാഹു എനിക്ക് മരണം വിധിച്ചാൽ ഞാൻ ജനാബത്തുകാരൻ, ഹറാമിൽ നിന്ന് ജനാബത്തായ നിലയിലാണ് ഞാൻ മരിക്കാൻ പോകുന്നത്, ഇതുപോലും ചിന്തിക്കാതെ ഹറാമിലേക്ക് ഉത്തരം കൊടുക്കുന്നവർ മുഅ്മിനീങ്ങൾ. ഇൻ മആദല്ലാഹ്, അല്ലാഹുവേ കാക്കണം പടച്ചവനെ എന്ന് പറയുന്ന മുഅ്മിനീങ്ങൾ. ഈ രണ്ട് വ്യത്യാസം എങ്ങനെ വന്നു? മുഅ്മിൻ യംശി ബിനൂരിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ നൂറ് കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ, അവൻ അങ്ങനെ പറയാം. ഈ നൂറില്ലാത്ത ആൾ തിന്മയെ സ്വീകരിക്കാൻ, ഹറാമായ സമ്പാദ്യം വേണോ എന്ന് ചോദിക്കും. മുഅ്മിന് പറയുന്നു എനിക്ക് വേണ്ട, അല്ലെ? അല്ലാത്തവർ പറയുന്നു ആയിക്കോട്ടെ കുഴപ്പമില്ലല്ലോ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഹംബലി മദ്ഹബിന്റെ ഇമാം, ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട്, മാംസം പാകം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ മുഅർരിഖീങ്ങളൊക്കെ
1,00,000 ഹദീസ് മനഃപ്പാഠമുള്ള മഹാനെന്ന് ഈ മഹാനവറുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് 1,00,000 ഹദീസ്, അതിന്റെ ചെയിൻ ഓഫ് ട്രാൻസ്മിറ്റേഴ്സ്, അതിന്റെ റിവായത്ത് ചെയ്ത ആളുകളും അവരുടെ പേരും അവരുടെ ജീവിതവും അവരുടെ ജീവചരിത്രങ്ങളും ഹദീസിന്റെ മത്നുകളും പഠിച്ച മഹാനാണ് ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. വലിയ മഹാനായിരുന്നു. ഭാര്യയോട് ചോദിച്ചല്ലേ, എവിടെന്നാണ് ഈ കറി വെച്ചത്, എവിടെന്നാണ് ഈ മാംസം? അത് നമ്മുടെ അയൽപക്കക്കാരൻ ഹദിയ തന്നതാണ്. ആര് പറഞ്ഞു? ഭാര്യ പറഞ്ഞു. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദ്ദേഹം പലിശ ഇടപാട് ചെയ്യുന്ന ആളല്ലയോ? പലിശ ഇടപാട് ചെയ്യുന്ന ആളല്ലേ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? മഹാനവർ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട. എന്ത് ചെയ്യും? ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞു, ഇനി ഇതെന്ത് ചെയ്യണം? എനിക്കിത് വേണ്ട. നമ്മൾ എന്ത് ചെയ്യും ഈ ഭക്ഷണം? ആ മനുഷ്യൻ പലിശയുമായി ഇടപെടുന്ന ആളാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ തന്ന സമ്പാദ്യം പലിശയിൽ നിന്നുള്ള സമ്പാദ്യമായിരിക്കും. അത് എന്റെ ശരീരത്തിലേക്ക് എനിക്ക് വേണ്ട. നൂറും മിനല്ലാഹ്, ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ നൂർ എന്ന് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? ആ വഴിയിൽ കാണുന്ന യാചകന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തേക്കിൻ. ഭാര്യയോട് പറഞ്ഞു. പക്ഷെ അവരോട് പറയണം, ഇത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കഴിക്കാൻ കൂട്ടാക്കാത്ത ഭക്ഷണമാണെന്ന് പറയണം, അവർക്ക് കൊടുത്തേക്കിൻ. അന്നത്തെ യാചകന്മാർ തഖ്വയുള്ളവരായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കഴിക്കാൻ കൂട്ടാക്കിയില്ലേ, എന്നാൽ എനിക്ക് വേണ്ട, ഞങ്ങൾക്കാർക്കും ഇത് വേണ്ട. ഭാര്യ തിരിച്ചു വന്നു, അവർക്കും വേണ്ട പോൽ. എന്തു ചെയ്യും? മുഅ്മിനെ, നമ്മുടെ ദീനിന്റെ പാരമ്പര്യം ഇതാണ്. ഇവരെ സംബന്ധിച്ചാണ് സലഫ് സ്വാലിഹീങ്ങൾ എന്ന് പറയാം. മുൻഗാമികളായ നല്ല മുൻഗാമികൾ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചാണ്. അള്ളാഹുവിന്റെ റബ്ബാനിയായ നൂറിൽ പ്രകാശത്തിൽ ജീവിച്ചുപോയ മഹാന്മാർ. ഭാര്യ ചോദിച്ചു, എന്ത് ചെയ്യും? അവർക്കും വേണ്ട. ഭക്ഷണം കളയാൻ പറ്റുമോ? എന്നാ പിന്നെ പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കിയേക്ക് എന്ന് പറഞ്ഞു. ഫമാ അക്കല ബഅദഹാ സമക. അങ്ങനെ പുഴയിൽ ആ ഭക്ഷണം ഒഴുക്കിവിട്ടതിന്റെ ശേഷം ഒരു മത്സ്യം പോലും പിന്നെ ജീവിതത്തിൽ കഴിച്ചില്ല അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. എന്തേ? ഇത് ഏതെങ്കിലും ഒരു മത്സ്യം തിന്നിരിക്കാൻ ഇടവരുമല്ലോ. ആ പുഴയെങ്ങാനും കടലിൽ എത്തിച്ചേരുമ്പോ ആ കടലിൽ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നുള്ളത് അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന്റെ അംശം എത്തി ഏതെങ്കിലും ഒരു മത്സ്യം കഴിച്ചിരിക്കാമല്ലോ, എനിക്കിനി മത്സ്യം വേണ്ട എന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു നൂറുൻ, അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് ജീവിക്കുന്ന മഹാന്മാരാണ്. ഇവരൊക്കെയാണ് മദ്ഹബിന്റെ ഇമാമുമാർ എന്ന് മനസ്സിലാക്കണം. എന്താണ് മദ്ഹബ് എന്നോ, എന്താണ് ഈ ഹംബലി ശാഫിഈ ഒരു മുഹമ്മദി എന്ന് പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ മനസ്സിലാവാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാവുന്നു, പഠിക്കാത്തത് കൊണ്ടാണ്. ദീനിന് ഏറ്റവും വലിയ സേവനം ചെയ്തെന്ന മഹാന്മാർ നൂറുകൊണ്ട് ജീവിച്ചവരാണ്. ഒരു വിഭാഗം അങ്ങനെ, വേറെ വിഭാഗം എങ്ങനെ, എത്ര ആയിക്കോട്ടെ, എത്രയാ ശമ്പളം, ഇത്ര ശമ്പളം ഉണ്ടോ, മാഷാ അല്ലാഹ്, എനിക്കെന്ന ഒരു കുഴപ്പമില്ല. അത് പലിശ ബാങ്ക് ആയിക്കോട്ടെ, എന്ത് ഏർപ്പാടായിക്കോട്ടെ, എനിക്കത് കുഴപ്പമില്ല. എങ്ങനെ ഇത് പറയുന്നു, എങ്ങനെ ഇത് സ്വീകരിക്കാൻ കഴിയുന്നു? ഈ വിഭാഗം, ഒരു വിഭാഗം അല്ലാഹുവിന്റെ നൂറിലാണ്, മറ്റൊരു വിഭാഗം ദുൽമത്തിലാണ്. ഇനി പറയാൻ പോകുന്ന അടുത്ത ഈ 2 ആയത്തുകൾ കഴിഞ്ഞാൽ ആയത്തുൽ ദുൽമ, ദുലുമാതുൻ ബഅദുഹാ ഫൗഖ ബഅദ്, അല്ലാഹു തആല ഇരുട്ടുകൾ കൊടുക്കുന്ന ഒരു വിഭാഗം എന്ന് പറയാൻ പോവുകയാണ്. ഇത് വെളിച്ചമാണ്, മുഅ്മിനിന് ഇത് വെളിച്ചമാണ്. അപ്പോ ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കുന്നത് അല്ലാഹു നൽകുന്ന നൂറാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. തീർച്ചയായും മനുഷ്യന്റെ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, പിന്നെയോ മനുഷ്യന്റെ ഹൃദയങ്ങൾക്കാണ് അല്ലാഹു തആല അന്ധത വരുത്തുന്നത്. فإنها لا تعمى الأبصار. It's not the eyes that are blinded. ولكن تعمى القلوب التي في الصدور. But the hearts are blinded that are in the chest. മനുഷ്യന്റെ
നെഞ്ചിനുള്ളിൽ കിടക്കുന്ന ഖൽബിനാണ് പ്രകാശം നഷ്ടപ്പെടുന്നത്, കണ്ണിന് നഷ്ടപ്പെടുന്നില്ല. അന്ധനായ മനുഷ്യനും മുത്തഖിയായി അള്ളാഹുവിന്റെ നൂറിൽ ജീവിക്കാൻ പറ്റും. പക്ഷെ രണ്ട് കണ്ണുള്ള മനുഷ്യന് ഭൗതിക ലോകത്തെ വെളിച്ചമുണ്ട്, പക്ഷെ ഈമാനിയായ വെളിച്ചം നഷ്ടപ്പെട്ടേക്കാം. ആർക്കാണ് ഈ വെളിച്ചം അള്ളാഹു നൽകുന്നത്, ആർക്കാണ് നൽകാതിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ നൂറിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വരാനൊരു ഭാഗ്യം അള്ളാഹു നൽകി, ഹൃദയത്തിന് വിശാലത കിട്ടിയ ആളുകൾ, മുസ്ലിമാകാൻ ഭാഗ്യമുണ്ടായവർ. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അള്ളാഹുവിന് ഇസ്ലാം എന്ന് പറഞ്ഞ തന്നെ വാക്കർത്ഥം എന്ന ടു സബ്മിറ്റ്, തന്നെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്, തന്നെ അള്ളാഹുവിനെ തസ്ലീം അള്ളാഹുലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങനത്തവൻ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, അവൻ അള്ളാഹുവിന്റെ നൂറിലാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ ആയത്ത് വിശദീകരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് ഹൃദയത്തിന് വിശാലത കിട്ടിയ ആൾ. എന്താ ഹൃദയത്തിന് വിശാലത എന്ന് പറഞ്ഞാൽ, നമുക്കൊരു വിഷമുണ്ടാകുമ്പോ നമ്മൾ പറയും ഹൃദയം വല്ലാതെ അങ്ങോട്ട് സങ്കുചിതമാണ്, ഹൃദയം ഇടുങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെ? സന്തോഷമുള്ളൊരു കാര്യം കേട്ടു, സന്തോഷമുള്ളൊരു വർത്തമാനം, ഒരു സംഭവം ഉണ്ടായി, മനസ്സൊക്കെ ഒന്ന് വിശാലമായി, മനസ്സൊന്ന് റാഹത്തായി. ആർക്കാ പ്രകാശം കിട്ടുക? അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഇസ്ലാമിലേക്ക് വരുന്നത് ഹൃദയത്തിന് സന്തോഷമുണ്ടാവുന്നത്, മുസ്ലിമായി ജീവിക്കുന്നത് സന്തോഷമായി ഭവിക്കുന്നത്. ഞാനും മുസ്ലിമാണ് ആണോ ശരിക്കും ചോദിച്ചാൽ അല്ല എന്നും പറയും. ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഞാൻ മുസ്ലിമാണ്, അതിന് എന്ത് തന്നെ വന്നാലും ഞാൻ മുസ്ലിമാണ്, അത് സന്തോഷത്തോടെ പറയാൻ കഴിയാം. അതിന് തൗഫീഖ് തന്നെ വേണം. ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞവർക്കല്ല അല്ലാഹു നൂർ. മൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വരുന്നതിലൂടെ ഹൃദയത്തിന് വിശാലതയാണ്. ഇതെന്റെ റബ്ബിന്റെ നിയമമാണ്, അൽഹംദുലില്ലാഹ്. അല്ലെ, അള്ളാഹു കള്ള് ഹറാമാക്കി, അൽഹംദുലില്ലാഹ്, എനിക്കത് സന്തോഷമേ ഉള്ളൂ. എന്തേ പഠിച്ചോണ്ടത് ഹറാമാക്കിയത്? ഇങ്ങനെ ചിന്തിക്കാത്തവൻ. അല്ലെ, പലിശ ആകെ 1000 റുപ്യ വെച്ച് ജീവിച്ചാൽ മതി, ജീവിതകാലം മരിക്കോളം പിന്നെ വരുമാനം തന്നെയല്ലേ, എന്തേ അള്ളാഹു അത് ഹറാമാക്കിയത്? അല്ല, അള്ളാഹു പലിശ ഹറാമാക്കി, അൽഹംദുലില്ലാഹ്, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. അള്ളാഹു ഹലാലാക്കിയതിലും ഹറാമാക്കിയതിലും സന്തോഷിക്കുന്നവർ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവർ അള്ളാഹുവിന്റെ പ്രകാശത്തിലാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയാൻ. ഹജ്ജത്തുൽ വിദാഇൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഹജ്ജത്തുൽ വിദാഇൽ അല്ല, യൗമ ഫത്ഹി മക്ക, മക്ക ഫതഹാകുന്ന ഹിജ്റ 8-ാം വർഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബ നിർവഹിച്ചു. അയ്യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് അദ്ഹബ അൻകും ഗുബയ്യത്തൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്തെ ഇസ്ലാമിന്റെ മുമ്പുള്ള എല്ലാ അനാചാരങ്ങളും അല്ലാഹു തആല നിങ്ങൾക്ക് നീക്കി തന്നിരിക്കുകയാണ്. വതആദുമഹാ ബിആബാഇഹ, ഞങ്ങളുടെ വാപ്പമാർ ഇങ്ങനത്തെ ആളുകളാണ്, ഞങ്ങളുടെ വാപ്പമാർ ഇന്നിങ്ങ ആളുകളാണ് എന്ന് വാപ്പമാരെ പറഞ്ഞ് അഭിമാനം പറഞ്ഞിരുന്ന സംസ്കാരവും അള്ളാഹു ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി ആരും അത് പറയണ്ട, വാപ്പ ഉഷാറാണെന്ന് പറഞ്ഞ് മക്കൾ ഞെളിയണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതആദുമഹാ ലിആബാഇഹ, അന്ന് അങ്ങനത്തെ കാലാണ്, ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. ഉലൈക ആബാഇ ഫജിഇനി ബിമിസ്ലിഹിം ഇദാ ജാമഅത്നാ യാ ജരീറുൽ മജാമിഉ. അന്നത്തെ കവികൾ തമ്മിലുള്ള പടയോട്ടം അങ്ങനെയാണ്. ഉലൈക ആബാഇ, ഫറസ്ദക്ക് പറയാൻ ജരീർ എന്ന കവിയോട്, ഇതൊക്കെയാണ് എന്റെ വാപ്പമാർ. ഫജിഇനി ബിമിസ്ലിഹിം, അതുപോലത്തെ വാപ്പമാർ നിനക്കുണ്ടോ, നീ ഒന്ന് കൊണ്ടുവാ. ഇദാ ജമഅത്നാ യാ ജരീറുൽ മജാമിഉ, നമുക്കങ്ങനെ സംവാദത്തിന്റെ ഒരു വേദി ഉണ്ടെങ്കിൽ ഇതാ എന്റെ വാപ്പമാരെ പോലത്തെ വാപ്പമാർ നിനക്കുണ്ടോ? തങ്ങൾ പറയും തആദുമഹാ ബിആബാഇഹ, ഇതും ഇസ്ലാം എടുത്തു കളഞ്ഞിരിക്കുകയാണ്, ഇനി ആരും അത് പറയരുത്. ഫന്നാസു റജുലാൻ, ഇനി മുതൽ ജനങ്ങൾ രണ്ട് വിഭാഗമാണ്. ബർറുൻ തഖിയ്യുൻ കരീമുൻ അലല്ലാഹ്,
അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സാത്വികനായ മനുഷ്യൻ, കരീമുൻ അലല്ലാഹ്, ആ മനുഷ്യൻ അള്ളാഹുവിന്റെ അടുത്ത് ബഹുമാനമുള്ളവനാണ്. അങ്ങനത്തെ ഒരു വിഭാഗം. വഫാജിറുൻ ഷഖിയ്യുൻ ഹയ്യിനുൻ അലല്ലാഹ്, തിന്മകളെ വകവെക്കാത്ത ആൾ, ധാരാളം തിന്മ ചെയ്ത് ജീവിക്കുന്ന ആൾ. ഷഖിയ്യുൻ, അവൻ പരാജയപ്പെട്ടവനാണ്. ഹയ്യിനുൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഇയാൾക്ക് പുല്ല് വിലയില്ല. അങ്ങനത്തെ രണ്ട് വിഭാഗം ഇതേ ഇനിയുള്ളൂ. വന്നാസു ബനു ആദം, ജനങ്ങളെല്ലാം ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. വഖലഖല്ലാഹു ആദമ മിൻ തുറാബ്, അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ വചനം ഓതി കേൾപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹൻ നാസു ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. കഴിഞ്ഞു. നൂർ, അള്ളാഹുവിന്റെ പ്രകാശം കിട്ടുന്ന ആള്, അള്ളാഹുവിന്റെ പ്രകാശം കിട്ടാത്ത ആൾ. അള്ളാഹുവിന്റെ പ്രകാശം കിട്ടുന്ന ആള് കരീമുൻ അലല്ലാഹ്, അള്ളാഹു എമ്പാടും ബഹുമാനിച്ച ആളാണ്. അള്ളാഹുവിന്റെ പ്രകാശം കിട്ടാത്ത ആൾ ഹയ്യിനുൻ അലല്ലാഹ്, അള്ളാഹു അയാളെ ലവലേശം വകവെക്കുന്നേ ഇല്ല. അപ്പോ ഹൃദയത്തിന് ഈമാൻ കിട്ടുമ്പോഴാണ് ജീവൻ. അവരാണ് അള്ളാഹുവിന്റെ അടുത്ത് കറാമത്ത്, ബഹുമാനമുള്ള ആളുകൾ. വമൻ കാന മൈതൻ ഫഅഹ്യൈനാ വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മതലുഹു ഫിൽ ളുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നിർജീവമായ മനസ്സുകൾക്ക് അല്ലാഹു തആല ഈമാൻ കൊടുക്കുകയും ആ ഈമാന് കൊണ്ട് അവരെ ജീവിപ്പിക്കുകയും ആ ഹൃദയത്തിന് അല്ലാഹു പ്രകാശം നൽകുകയും ചെയ്തു. ആ പ്രകാശത്തിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനത്തെ ആളുകളും ഇരുട്ടിൽ ജീവിക്കുന്ന ആളുകളും ഒരുപോലെയാണോ? ഇവിടെയാണ്. ഹലാലായ സമ്പാദ്യം ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾ, മോഷണം ചെയ്യാൻ അറിയാം, തന്റെ മുതലാളിയെ വഞ്ചിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് പാടില്ലല്ലോ എന്ന് വിചാരിച്ച് സൂക്ഷ്മതയിൽ ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യനും, ഹറാമും ഹലാലും നോക്കാതെ പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഒരുപാട് സമ്പാദ്യം കൊണ്ട് നടക്കുന്ന ലൈസ ബിഖാരിജിൻ മിൻഹാ, പാപങ്ങളുടെ ദുൽമത്തുകളിൽ, ഇരുട്ടുകളിൽ ജീവിക്കുന്ന മനുഷ്യനും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ഇസ്തിഫാം ഇൻകാരി എന്ന് പറയും. അതിന്റെ ഉത്തരം തന്നെ ഇല്ല എന്നാണ്. അങ്ങനെയാണോ? അള്ളാഹു ചോദിക്കും. രണ്ടും ഒരുപോലെയല്ല. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ മനുഷ്യന് നൂറ് വേണം. അള്ളാഹുവിന്റെ പ്രകാശം കിട്ടുമ്പോഴാണ് അവർക്ക് ഹൃദയത്തിന് ജീവൻ ഉണ്ടാകുന്ന. ആ ജീവനോടുകൂടെ ജീവിക്കാൻ അള്ളാഹുവിന്റെ നൂറ് വേണം. അത് അള്ളാഹു നമുക്ക് എമ്പാടും നൽകുമാറാകട്ടെ. എപ്പോഴാണ് ഈ നൂറ് കിട്ടുന്നത്? അതിന്റെ ചില നമ്മൾ നൽകേണ്ട വില എന്താണ്? ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ ഇഖ്ലാസോടുകൂടെ ജീവിക്കുക. ഇഖ്ലാസ് ഉണ്ടാവുക എല്ലാ വിഷയത്തിലും. അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഖ്ലാസ് അള്ളാഹുവിന്റെ മലക്കുകൾ പോലും എഴുതാൻ കഴിയാത്ത, മലക്കുകൾക്ക് പോലും അറിയാത്ത സംഗതിയാണ് ഇഖ്ലാസ്. നമ്മളൊരു 100 റക്അത്തോടെ നിസ്കരിച്ചു വിചാരിക്കുക, അള്ളാഹിന്റെ മലക്കുകൾ എഴുതി വെക്കുന്നത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. പടച്ചോനെ, ഇവന്റെ ഉദ്ദേശം എന്താണ്? ആരെങ്കിലും അറിയണമെന്നാണ്. മലക്കുകൾക്ക് അത് അറിയുന്നില്ല. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ ഹിസാബിലാണത് പുറത്തു വരിക. അള്ളാഹുവാണ് ചോദിക്കുക, നീ ആ ചെയ്തത് ഇങ്ങനെയൊക്കെ പറയാനായിരുന്നില്ലേ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇവിടെ നിനക്കൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മാലാഖമാർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ എഴുതി വെക്കുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെന്നില്ല. ഇഖ്ലാസ് മലക്കുകൾക്ക് പോലും അറിയില്ല. അത് അള്ളാഹുവിനെ മാത്രമേ അറിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഇഖ്ലാസ് ചെയ്യുമ്പോഴാണ് ഈമാൻ കഴിഞ്ഞ് അള്ളാഹു പ്രകാശം തരിക. ഹൃദയത്തിന് ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ്. അത് എല്ലാ വിഷയത്തിലും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അത് വേണം. നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്ത്, അല്ലെ, ഇന്ന ജോലി ഇത്ര സമയം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് നിങ്ങൾ എനിക്ക് ഇത്ര ശമ്പളം തരുന്നു. ഇതാണ് നമ്മളും നമ്മുടെ എംപ്ലോയറും തമ്മിലുള്ള കോൺട്രാക്ട്. അതിൽ വഞ്ചിക്കാൻ പറ്റില്ല. അതിൽ ഇഖ്ലാസോടുകൂടെ ജോലി ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മതിയാക്കി പോരാ, എന്നെ കൊണ്ട് കഴിയില്ല. നമ്മൾ ഏത് വിഷയം, നമ്മൾ ചെയ്യുന്ന വിഷയം അള്ളാഹുവിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ അഖ്ലസ ലില്ലാഹി 40 സബാഹൻ തഫജ്ജറത് യനാബിഉൽ ഹിക്മതി മിൻ ഖൗലിഹി വഅജ്റാഹു അല്ലാഹു അലാ ലിസാനിഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഖ്ലസ ലില്ലാഹി 40 സബാഹ, 40 ദിവസം ഒരു മനുഷ്യൻ
അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടെ പ്രഭാതത്തിലായാൽ എന്ന് പറഞ്ഞാൽ രാവിലെ അവന്റെ പ്രഭാത കർമ്മങ്ങൾ മുതൽ അവൻ അന്ന് ചെയ്യാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ഇതാ അള്ളാഹുവേ ഞാൻ നിന്നെ സൂക്ഷിച്ചുകൊണ്ടും നിന്റെ പ്രീതിക്കും വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാഹ്. ഇങ്ങനെ 40 ദിവസം ഒരു മനുഷ്യൻ പരിപൂർണ ഇഖ്ലാസിലങ്ങി ഇറങ്ങിയാൽ തഫജ്ജറത് യനാബിഉൽ ഹിക്മതി മിൻ ഖൽബി, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തത്വജ്ഞാനങ്ങളുടെ അരുവികൾ അള്ളാഹു പുറപ്പെടുവിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിക്മത്ത് പറയാൻ കഴിയുന്നു. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ പോലെ റളിയല്ലാഹു അൻഹു ഹിക്മത്ത് സംസാരിക്കാൻ കഴിയും ഇഖ്ലാസ് ഉണ്ടാകുമ്പോ. ഇഖ്ലാസ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മൻ അഖ്ലസ ലില്ലാഹി 40 സബാഹൻ, 40 ദിവസം എന്ന കണക്ക് പറഞ്ഞു. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ ഇത് വലിയ പ്രയാസമുള്ള സംഗതിയാണോ? 40 വർഷം എന്ന് പറഞ്ഞ പടച്ചോൻ എന്നെ കൊണ്ട് കഴിയോ? 40 മാസം, 40 ദിവസം, അതൊരു ട്രെയിനിങ് ആണ്. നമ്മൾ ഒരു വർക്ക്ഷോപ്പ്, ഒരു വർക്ക്ഷോപ്പിലാണെന്ന് വിചാരിക്കുക. അത് നമ്മളെ ട്രെയിൻ ചെയ്യാനുള്ള 40 ദിവസം നമ്മുടെ ഇഖ്ലാസ് അള്ളാഹുവിന് ഞാൻ ചെയ്യുന്ന പണി ഇനി അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം. ഞാൻ ഈ ചെയ്യുന്നതിന്റെ മാനേജർ ഇത് മനസ്സിലാക്കണം. എനിക്ക് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടണം, എന്നെ ഇങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ അപ്രീസിയേഷൻ ലെറ്റർ കിട്ടണം. ഇതൊക്കെ നഷ്ടപ്പെടും. ദുന്യാവാണെങ്കിലും ദുന്യാവിന്റെ വിഷയത്തിലാണെങ്കിലും മുഅ്മിനെ ഇഖ്ലാസ് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതേ ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിക്കും ഇഖ്ലാസ് ഇല്ലാത്തവനാണല്ലോ ജയിക്കുന്നത്. ഷോ ഓഫ് കാണിച്ച് നമ്മൾ ചെയ്യുന്നതിന്റെ 10 അയലത്ത് പോലും ചെയ്യാത്തവൻ പലതും കാട്ടിക്കൂട്ടി അവൻ വല്ലതും നേടുന്നുണ്ടല്ലോ. നേടിക്കോട്ടെ, നമ്മൾ എന്തിനാ? മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ദുനിയാവ് വേണ്ടവൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കും. അതിന് നമ്മൾ ബേജാറാവണ്ട. നമ്മളോട് അല്ലാഹു ചെയ്യാൻ പറഞ്ഞ പണി നമ്മൾ ചെയ്യാം. നമ്മുടെ റിസ്ക് അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇഖ്ലാസ് 40 ദിവസം മിനിമം അതങ്ങ് ആ റെയിലിലങ്ങ് പ്രവേശിച്ചാൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ആ 40 ദിവസം പൂർത്തിയാകുമ്പോഴേക്കും തഫജ്ജറത് യനാബിഉൽ ഹിക്മതി മിൻ ഖൽബിഹി, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തത്വജ്ഞാനങ്ങൾ അണപൊട്ടിയൊഴുകാൻ തുടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. തഫജ്ജറത് യനാബിഉൽ ഹിക്മ വഅജ്റാഹു അല്ലാഹു അലാ ലിസാനി, ആ മനുഷ്യന്റെ നാവിലൂടെ ആ പറയുന്ന ഹിക്മത്തുകൾ നമുക്ക് കേൾക്കാനും കഴിയുന്നു. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇഖ്ലാസ് അല്ലാഹുവിന്റെ നൂറ് കിട്ടാനുള്ള ഒന്നാമത്തെ കാരണമാണ്. 2 അത്തഫക്കറു ഫീ മഖ്ലൂഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളെ സംബന്ധിച്ച് ചിന്തിക്കുക, ആലോചിക്കുക. ഏതൊരു വിഷയത്തിലും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുക. ഒരു കുട്ടി ചിരിക്കുമ്പോഴോ കരയുമ്പോഴോ സംസാരിക്കുമ്പോഴോ മുതൽ തുടങ്ങി നമ്മുടെ സംസാരവും നമ്മുടെ കേൾവിയും, നിസ്സാരം ഒരു ഫോൺ നമ്മൾ ഓൺ ചെയ്യുന്നു, സംസാരിക്കുന്നു, അത്ഭുതല്ലേ? ഒരു 2 നൂറ്റാണ്ട് മുമ്പെങ്കിലും ഇങ്ങനെ ഒരു ഇരുമ്പും കഷ്ണം കയ്യിൽ പിടിച്ചാൽ ഏതോ നാട്ടിലുള്ള ആൾ പറയുന്നത് തത്സമയം കേൾക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവൻ ഭ്രാന്തനാണെന്ന് പറയുമായിരുന്നില്ലേ? അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഈ അന്തരീക്ഷത്തിൽ അള്ളാഹു വെച്ച ഗ്യാസുകളും ഇവിടുത്തെ എലമെന്റുകളും ആ മൂലകങ്ങളിലൂടെ തട്ടി വേണം ഈ റേഡിയേഷൻ കടന്നു പോകാൻ. അള്ളാഹുവിന്റെ അന്തരീക്ഷം അല്ലെങ്കിൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റൂല. ഏത് സാറ്റലൈറ്റ് മനുഷ്യൻ കൊണ്ടുപോയിട്ടെന്താ, അത് കടന്നു പോകാനുള്ള മീഡിയം അള്ളാഹുവിന്റെ അന്തരീക്ഷമാണ്. മനുഷ്യൻ ആലോചിക്കണം. എന്തിലും അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുക, ഇത് മനുഷ്യനിൽ അള്ളാഹുവിന്റെ പ്രകാശം ഉണ്ടാക്കി തരും. സൂറത്ത് യൂനുസ്. നിങ്ങൾ നിങ്ങൾ നോക്കുവിൻ, ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കിൻ. ഈമാനില്ലാത്ത ആളുകൾക്ക് താക്കീതുകളൊന്നും ഉപകരിക്കുകയേ ഇല്ല. പക്ഷേ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഉൻദുറു മാദാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കിൻ. ജിയോളജി പഠിക്കേണ്ടത് നമ്മളാണ്, ആസ്ട്രോണമി പഠിക്കേണ്ടത് നമ്മളാണ്. നിങ്ങൾ നോക്കിൻ. ജിയോഗ്രഫി നമ്മളാ പഠിക്കേണ്ടത്. നിങ്ങൾ നോക്കണില്ലേ ഭൂമിയിലും ആകാശങ്ങളിലും എന്താണുള്ളത് എന്ന്? സൂറത്ത് അബസ സൂറ.
ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമിഹി, മനുഷ്യൻ തിന്നുന്ന ഭക്ഷണത്തിലേക്ക് അവൻ നോക്കുന്നില്ലേ? അള്ളാഹു ചിന്തിക്കാൻ പറയാണ്. ഒരു റൊട്ടിക്കഷ്ണവും കറിയാ ഉള്ളത്, പക്ഷേ ഈ റൊട്ടിക്കഷ്ണം നമ്മുടെ മുമ്പിലെത്താൻ എത്ര കൈകളിലൂടെ നീങ്ങി വരണം അല്ലേ? കർഷകൻ വിത്ത് പോയി ഇട്ടത് മുതൽ അള്ളാഹു മഴ വർഷിപ്പിച്ച മുതൽ അള്ളാഹിന്റെ മണ്ണിൽ വെള്ളവും ചേർന്ന് കിടന്നത് മുളപ്പിച്ച് കതിര് വന്ന് അത് ഉണങ്ങി അത് ഫാക്ടറിയിലെത്തി തൊലി കളഞ്ഞ് പൊടിച്ച് പൗഡറാക്കി ഏതെങ്കിലും കമ്പനിക്കാരൻ പാക്ക് ചെയ്ത് അതിങ്ങോട്ട് ഷിപ്പിലൂടെയോ ഫ്ലൈറ്റിലൂടെയോ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് അത് വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിൽ അല്ലാഹു തന്ന് നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ട് വേണം അത് കഴിക്കാൻ. സുബ്ഹാനല്ലാഹ്, എത്രയായിരം കൈകളിലൂടെയാണ് നമ്മുടെ റിസ്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലേ? മസാലെന്ന് വിചാരിക്കൂലേ, അതിപ്പോ എന്താ വിശന്ന കഴിക്കണം എന്നല്ലാതെ. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ്. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, മനുഷ്യന്റെ ജന്മത്തിനാധാരമായ മനുഷ്യന്റെ സ്പേമിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുമ്പോഴാണ് നൂറ് കിട്ടാൻ, പ്രകാശം കിട്ടാൻ. മനുഷ്യന്റെ ജന്മത്തിനാധാരമായ വെള്ളം എന്നല്ലാഹു പറയുന്ന സ്പേം മനുഷ്യന്റെ ഇന്ദ്രിയത്തുള്ളിയെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ? ഖുർആൻ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ ഇതാ പറഞ്ഞു, ഒരു ചെറിയ നിസ്സാരമായ ഒരു ഡ്രോപ്പിൽ നിന്നാണ് അള്ളാഹു ഈ ജീനിയസായ മനുഷ്യൻ അള്ളാഹു പടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, വാപ്പയുടെ സ്വഭാവം ആ മകന് കിട്ടുന്നുണ്ട് അല്ലെ? എല്ലാം ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട് കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ അല്ലെ? ചോദിക്കാറില്ലേ? പാപ്പാക്കുണ്ടോ ഉമ്മാക്കുണ്ടോ? എന്താ അർത്ഥം? ഒരു മനുഷ്യൻ ജന്മം കൊള്ളുമ്പോ ആ പിതാവിന്റെ ശരീരത്തിലുള്ള മുഴുവത്തിന്റെയും ഒരംശം ഈ സ്പേമിലൂടെ നുത്ഫയിലൂടെ കുഞ്ഞിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വഭാവം മുതൽ എല്ലാം കിട്ടും. കുട്ടികൾ വല്ലാതെ കുരുത്തക്കേട് കാണിക്കുമ്പോ ഉമ്മ പറയും അപ്പാന്റെ അതേ സ്വഭാവം അല്ലേ? അപ്പൊ തിരിച്ചും പറയും. കിട്ടുന്നുണ്ട്. മനുഷ്യന്റെ ജീനുകളിലൂടെ DNA ഇത് കൈമാറപ്പെടുകയാണ്. പാപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയങ്ങ് മുറിച്ചു വെച്ചിട്ടുണ്ട് മോൻ എന്ന് പറയും അല്ലേ? എങ്ങനെയാണ് ഈ രൂപസാദൃശ്യം, സ്വഭാവ സാദൃശ്യം? പാപ്പ വലിയ ദേശക്കാരനാണ്, മകനിലും അത് കാണും. പക്ഷെ ഈ മകനെങ്ങാനും നന്നായി ദേശമൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല സൗമ്യനായി തന്നങ്ങ് മാറ്റിയെടുത്താൽ അയാൾക്ക് ജനിക്കുന്ന കുട്ടി പിന്നെ ഇങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ സ്വഭാവ ഗുണങ്ങളടക്കം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഒരു സ്പേമിൽ നിന്ന് അല്ലാഹു തആല മനുഷ്യനെ പടക്കുന്നത്. യാ അല്ലാഹ്, ഇത് അത്ഭുതമല്ലേ? അത്ഭുതമല്ലേ? മിമ്മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ? ഒരു കുട്ടിയായി രൂപപ്പെട്ട് വരുമ്പോഴേക്ക് എന്തെല്ലാം സംഭവങ്ങൾ നടക്കണം ചിന്തിക്കാൻ പറഞ്ഞു അല്ലാഹു തആല. ചിന്തിക്കിൻ. അല്ലാഹു തആല നമുക്ക് അതിന്റെ ഭാഗ്യം നൽകുമാറാകട്ടെ. ഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഇമാമുന റാസി റളിയല്ലാഹു അൻഹു ആയത്തുകളെ തഫ്സീർ ചെയ്തപ്പോൾ പറഞ്ഞു, സൂറത്തുൽ ഗാശിയ, അന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്ന 4 കാര്യങ്ങളാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്. കാരണം അന്ന് അറബികൾ യാത്ര പോകുന്നവരാണ്. യാത്ര പോകുന്ന ഒട്ടകപ്പുറത്ത്, മക്കയിൽ നിന്ന് ഷാമിലേക്ക്, ഷാമിൽ നിന്ന് യമനിലേക്ക്, യമനിൽ നിന്ന് മക്കയിലേക്ക്, മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഈ യാത്രകളാണ്. അഫലാ യൻദുറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അവൻ യാത്ര ചെയ്യുന്ന ഒട്ടകപ്പുറത്താ. ഈ ഒട്ടകം എങ്ങനെയാണ് അല്ലാഹു ഇതിനെ പടച്ചത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒട്ടകത്തിന്റെ അത്ഭുതങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട്. അത് നമ്മുടെ സമയം അതിന്റെ ആ ചർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. അതിന്റെ കണ്ണും അതിന്റെ പുരികവും അതിന്റെ കാലിന്റെ കുളമ്പും, 4 വീൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒട്ടക ഏത് മണലിലും കൂളായിട്ട് നടക്കും, കാല് കൊണ്ടുപോകുന്നില്ല. എന്താണ് ആ സംവിധാനം? ഏത് പൊടിക്കാറ്റടിച്ചാലും ഒട്ടകത്തിന്റെ കണ്ണുക്കത് വരുന്നില്ല. ഒട്ടകത്തിന് പിന്നെ സഞ്ചരിക്കാൻ പറ്റും. ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റും. വെള്ളം എവിടെയുണ്ടോ 15 കിലോമീറ്റർ അപ്പുറത്ത് വെള്ളം അതിന് സെൻസ് ചെയ്യാൻ പറ്റും. എവിടെയാ വെള്ളം ഉള്ളത് അങ്ങോട്ട് എത്തിച്ചേരും. അത്ഭുതമുള്ള ജീവിയാണ്. ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറയാൻ. അപ്പോ ഒരു അറാബിയായ മനുഷ്യൻ ഒരു അറബിയെ കുറിച്ച് ആലോചിച്ചു നോക്കി. ഒട്ടകപ്പുറത്താ പോകുന്നത്, ചുറ്റും പർവ്വതം മരുഭൂമിയാണ്. ആ മനുഷ്യന്റെ മുമ്പിൽ എന്താ ഉള്ളത്? ആ യാത്രയിൽ നിങ്ങൾ ആലോചിക്കണം, താൻ ഈ പുറത്തു കയറി നിൽക്കുന്ന ഈ ഒട്ടകം അള്ളാഹു എങ്ങനെയാ പടച്ചത്? അതിങ്ങനെ ആലോചിച്ചു. മേലോട്ട് നോക്കിയാൽ ആകാശാണ്.
എങ്ങനെയാണ് ആകാശലോകത്തെ അള്ളാഹു ഉയർത്തി സംവിധാനിച്ചത് ആലോചിക്കണില്ലേ? മേലോട്ട് നോക്കിയാൽ ആകാശ കാണാനുള്ളത്. വഇലൽ ജിബാലി കൈഫ നുസിബത്, ചുറ്റും തിരിഞ്ഞു നോക്കിയാൽ പർവ്വതങ്ങളാണ്, മലകളാണ്. ഈ മലകൾ എങ്ങനെയാണ് അള്ളാഹു സ്ഥാപിച്ചത് എന്ന് കാണുന്നില്ലേ? താഴോട്ട് നോക്കിയാൽ വഇലൽ അർദി കൈഫ സുതിഹത്, താഴെ നോക്കിയാൽ ഭൂമിയാണ്. ഈ ഭൂമി അള്ളാഹു എങ്ങനെയാ പരത്തിയത് എന്ന് ആലോചിക്കണില്ലേ? ഒരു ഒട്ടകപ്പുറത്തിരുന്ന ഇതേ കാണാനുള്ളൂ. മേലോട്ട് നോക്കിയാൽ ആകാശം, ചുറ്റും നോക്കിയാൽ പർവ്വതങ്ങൾ, മലകൾ, താഴെ നോക്കിയാൽ മണ്ണ്. ആലോചിക്കണില്ലേ? സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിതെളിച്ച ആയത്തുകളാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ നൂറ് കിട്ടാൻ ഈ ചിന്ത ആവശ്യമാണ്. ഒന്ന് ഇഖ്ലാസിനെ സംബന്ധിച്ച് പറഞ്ഞു. രണ്ട് അത്തഫക്കുറു ഫീ ഖൽഖില്ലാഹ്, എന്തിലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുക. മൂന്ന് അസ്വലാത്തു നൂർ, നിസ്കാരം അത് അള്ളാഹുവിന്റെ നൂറ് കിട്ടാനുള്ള കാരണമാണ്. അത് നൂറാണ് എന്ന് തന്നെ ഹദീസിൽ വന്നു. അസ്വലാത്തു നൂർ, നിസ്കാരം നൂറാണ്. كلا لا تطعه واسجد واقترب كلا لا تطعه واسجد واقترب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കരിക്കാൻ സമ്മതിക്കാതെ പിന്തിരിപ്പിച്ചപ്പോഴാണ് ഖല്ലാ, വേണ്ട നബിയെ, ലാ തുതിഅ്, അബൂജഹൽ പറയുന്നതിന് അങ്ങ് സമ്മതം മൂളണ്ട, വസ്ജുദ് വഖ്തരിബ്, അങ്ങ് സുജൂദിൽ അങ്ങ് വീണ് അല്ലാഹുവിലേക്ക് അടുത്തേക്കിൻ. അല്ലാഹുവിലേക്ക് അടുക്കണമെങ്കിൽ മനുഷ്യൻ സുജൂദിൽ വീഴണം. സുജൂദ് നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഭാഗമാണ്. ഒരു കാര്യം കൂടെ പറയാം, മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്. എന്റെ തലച്ചോറിനേക്കാളും എന്റെ തലയെക്കാളും വലുത് എന്റെ ഹൃദയമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു പൊസിഷനാണ് സുജൂദ്. നിങ്ങൾ നോക്കി, നെഞ്ചിനെ, കൽബിനെ തലയെക്കാളും ഉയർത്തിക്കാണിക്കുന്ന ഒരു ആരാധനാ രൂപമാണ് സുജൂദ്. വേറൊന്നിലും അങ്ങനെ കാണൂല. തലയല്ല മനുഷ്യന്റെ, എന്റെ ബുദ്ധിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും എന്റെ കൽബ് ഞാൻ അള്ളാഹുവിന് കൊടുത്തിരിക്കുകയാണ്. ഹൃദയമാണ് എന്റെ തലച്ചോറിനേക്കാളും വലുത് ഹൃദയമാണ്. സുജൂദ് ചെയ്യുമ്പോ തല കിടക്കുന്നത് എവിടെയാ? മണ്ണിലാണ്. നമ്മുടെ നെഞ്ച് കിടക്കണതോ എലവേറ്റ് ചെയ്തിരിക്കുകയാണ്, ഉയർത്തിയിരിക്കുകയാണ്. തല താഴ്ത്തിയിരിക്കുകയാണ്. തലയെ താഴ്ത്തിവെച്ച് ഹൃദയത്തെ പൊക്കിപ്പിടിക്കുന്ന ഇബാദത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് സുജൂദ്. അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത്? അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹ് വഹുവ സാജിദ്. സുജൂദിലാകുമ്പോഴാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത്. പടച്ചോനെ, എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നിന്റെ വഹ്ദാനിയത്തിനെ, നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ അംഗീകരിച്ചു. പടച്ചവനെ, ഇത് ഒരു മനുഷ്യൻ തലയെ, തന്റെ തലച്ചോറ് മുഴുവനും അള്ളാഹുവിന് അടിമപ്പെടുത്തി എന്റെ തലച്ചോറ് മണ്ണിനോട് ചേർത്ത് വെച്ച് എന്റെ കൽബിനെ ഞാൻ ഉയർത്തി കാണിക്കുകയാണ് പടച്ചവനെ. ഇങ്ങനെ മനോഹരമായ ഒരു ആശയം നമ്മുടെ സുജൂദുകൾ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് യുക്തിക്ക് തിരക്കണം മാത്രം ഇസ്ലാമിൽ പറഞ്ഞു വരരുത്. അത് നിങ്ങൾ യുക്തിവാദത്തേക്ക് പോയിക്കോളി. യുക്തിയെ മാത്രം നിങ്ങൾ ആധാരശിലയായി ഹക്കമത്തിൽ മുഅ്തസിലത്തുൽ അഖ്ല, മുഅ്തസിലി വിഭാഗക്കാർ, ഇസ്ലാമിന്റെ ആദ്യകാലം അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരാണ് മുഅ്തസിലികൾ. മുഅ്തസിലികൾ ഹക്കമത്തിൽ അഖ്ൽ, ബുദ്ധിയാണ് കാര്യം തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു പോയ ആദ്യകാലത്തെ ഇസ്ലാമിനുള്ളിൽ വളർന്നു വന്ന യുക്തിവാദികളായിരുന്നു മുഅ്തസിലി വിഭാഗക്കാർ. അതല്ല, കല്ലാ ലാ തുതിഅ് വസ്ജുദ് വഖ്തരിബ്, എന്റെ കൽബ് ഞാൻ അള്ളാഹുലേക്ക് നൽകി, എന്റെ തലച്ചോറിനെ ഞാൻ അള്ളാഹുവിനോട് മണ്ണിലേക്ക് താത്തിക്കൊടുത്ത് ഞാൻ എന്റെ റബ്ബിന്റെ ആജ്ഞയെ സ്വീകരിക്കുകയാണ്. നിസ്കാരം നൂറാൻ, അസ്വലാത്തു നൂർ, നിസ്കാരം പ്രകാശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ വുദൂ എന്ന് തുടങ്ങും ഒരാളുടെ നിസ്കാരം. ഒരാൾ വുദൂ ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് അയാളുടെ നിസ്കാരം നടക്കാൻ പോകുന്നത്. വുദൂ ഇബാദത്തല്ലേ? വുദൂ എന്താണ്? ഇബാദത്താണ്. അത് കയ്യും കാലും കഴുകലാണ്. സോപ്പിട്ടാലും ഇല്ലെങ്കിലും വുദൂ വുദൂ അല്ലേ? ഡിറ്റർജന്റ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വുദൂ വുദൂ ആണ് അല്ലേ? വുദൂ എന്ന് പറഞ്ഞത് അംഗശുദ്ധി വരുത്തലാണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അത് അംഗശുദ്ധി ശുദ്ധിയാവാൻ തന്നെയാണ്. പക്ഷേ ശറഇന്റെ വിഷയത്തിൽ ശുദ്ധിയും അശുദ്ധിയും രണ്ടും രണ്ടാണ്. ശറഇന്റെ കാഴ്ചപ്പാടിൽ ശുദ്ധിയായിട്ടുണ്ടോ മതി. വുദൂ ഇല്ലാന്ന് വുദൂ ചെയ്യാൻ വെള്ളമില്ല, എന്താ ചെയ്യേണ്ടത്? ഫതയമ്മമു സഈദൻ തയ്യിബ, നല്ല മണ്ണ് ഉപയോഗിച്ച് തയമ്മം ചെയ്തോളൂ. മണ്ണങ്ങ് പുരട്ടിയാൽ വൃത്തി എന്ന് പറയോ? സാധാരണഗതിയിൽ പറയൂല. പക്ഷെ ഇത് ശുദ്ധിയാണോ? നിസ്കാരത്തിന് വേണ്ട ശുദ്ധിയായിട്ടുണ്ടോ? ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെങ്കിലും സോപ്പ് ചെയ്ത് ശുദ്ധിയാക്കുക, കൈകാലുകളൊക്കെ ഒന്ന് വെളുപ്പിക്കുക, ഇതല്ല വുദൂഇന്റെ ഉദ്ദേശം. അള്ളാഹുവിന്റെ നിസ്കാരത്തിന്റെ മുനാജാത്തിന്റെ
ഒരു ആരംഭമായ ഇബാദത്താണ്. വുദൂ ഇബാദത്താണ്. അതൊരു മനുഷ്യൻ ചടപടാ എന്ന് എടുത്തു പോരാൻ അവന്റെ നിസ്കാരവും അങ്ങനെ ആവാൻ പോണത്. ഒരു മനുഷ്യന്റെ വുദൂ മുതൽ തുടങ്ങുന്നവന്റെ നിസ്കാരത്തിന്റെ രൂപം, നിസ്കാരത്തിന്റെ രീതി, അവന്റെ നിസ്കാരത്തിന്റെ മഹത്വം വുദൂഇൽ ആരംഭിക്കുന്നു എന്ന് ഉലമാ പറയാൻ കാരണം അത് നല്ല ഭവ്യതയിൽ തഖ്വയോടുകൂടെ വുദൂ എടുക്കുക. എങ്ങനെങ്കിലും ചാടിക്കുടഞ്ഞ് എന്തെങ്കിലും കാട്ടിക്കൂട്ടി നിസ്കാരം മതി, വുദൂ അത്രയൊക്കെ മതി, അങ്ങനെയല്ല. വുദൂ മുതൽ നമ്മുടെ നിസ്കാരം ആരംഭിക്കുകയാണ്. അല്ലേ വുദൂ കൊണ്ട് അള്ളാഹു മുഖം പ്രകാശിപ്പിക്കുന്നു പറയാൻ കാരണം വുദൂ മുതൽ നിസ്കാരം തുടങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് പറയാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്താണ് നമ്മളാ പറയുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട്? നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവെ പുറത്തു തരണേന്നാ. നമ്മൾ വിചാരിക്കുന്ന എന്താണ്? എന്തെങ്കിലും അരുതാത്തത് ചെയ്താലല്ലേ പുറത്തു തരണേന്ന് ചോദിക്കേണ്ടതുള്ളൂ. നിസ്കാരം ഒരു തെറ്റാണോ ഇപ്പൊ ചെയ്തത്? നിസ്കാരം തെറ്റായിപ്പോയി എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. പിന്നെന്തായി പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവെ പുറത്തു തരണേ പടച്ചോനെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 പ്രാവശ്യം ചൊല്ലണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അത് കാണിച്ചു തന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടുന്ന പറയുന്ന ആദ്യത്തെ വാചകം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയ ഉടൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറയണം. നിസ്കാരം കഴിഞ്ഞിട്ട് എന്താണ് ഈ പറയുന്നത്? അല്ലാഹുവേ ഞാൻ നിസ്കരിച്ചിരിക്കുകയാണ്, സലാം വിട്ടിക്കഴിഞ്ഞു പടച്ചോനെ, ഈ നിസ്കാരം നീ ഉദ്ദേശിച്ച രീതിയിലായിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല പടച്ചോനെ. ഇതിലൊരു കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാലും എന്റെ നിസ്കാരത്തിൽ കുറവുകളുണ്ട് അല്ലാ, അത് നീ എനിക്ക് മാപ്പാക്കി തരണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്റെ നിസ്കാരം ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ മനോഹരമായി നിർവഹിച്ചു പടച്ചോനെ, പക്ഷേ ഇതിലും കുഴപ്പങ്ങൾ ഉണ്ടാകും അല്ലാഹുവേ, അത് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. എന്റെ നിസ്കാരത്തിൽ കൈകെട്ടിയാൽ അഖ്ബലല്ലാഹു ഇലൈ, അല്ലാഹു ആ മനുഷ്യനിലേക്ക് മുഖം തിരിക്കുമെന്നും ഈ മനുഷ്യൻ സലാം കൊണ്ട് മുഖം തിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ വജ്ഹ് തിരിക്കുന്നതെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അള്ളാഹു നമ്മിലേക്ക് മുന്നിട്ട് നിന്നിട്ട് നമ്മൾ കയ്യും കെട്ടി എന്തൊക്കെയോ ആലോചിച്ചു പോയത്, നമ്മൾ എവിടൊക്കെയോ പോയി യാത്ര ചെയ്ത് തിരിച്ചു വന്നത് നിസ്കാരം തീരുമ്പോഴേക്കും അല്ലെ, നമ്മൾ അറിയുന്നുണ്ടോ? അത് അള്ളാഹു ഉദ്ദേശിച്ച രീതിയിലാകുന്നുണ്ടോ? പടച്ചോനെ, നന്നായി കഠിനാധ്വാനം ചെയ്ത് മനസ്സാന്നിധ്യം കിട്ടുന്ന രീതിയിൽ ഒക്കെ പരിശ്രമിച്ചിട്ടും പറയണം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അപ്പൊ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ എന്താ അവസ്ഥ? ഇമാമിനെങ്ങാനും പേച്ചാൽ പേച്ച തന്നെ, ബാക്കിലുള്ള ആർക്കും അറിയണില്ല എത്ര റക്അത്തായി. എല്ലാരും ഏതോ ഒരു ഹവേലിരിക്കുകയാണ് അല്ലെ. ഇമാമിന് പേച്ചോ കഴിഞ്ഞു, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ധൈര്യം കിട്ടണില്ല, ബാക്കിലുള്ള ആൾക്ക് ധൈര്യമില്ല. ഇത് 2ാമത്തെ റക്അത്തോ 3ാമത്തതോ പറഞ്ഞു കൊടുക്കാൻ ധൈര്യം കിട്ടുന്നില്ല. ഇമാമിന് പേക്കാത്തോണ്ട് കുഴപ്പമില്ല, നമ്മളെ നിസ്കാരമൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് അല്ലെ. ഇമാം സലാം വിട്ടുമ്പോ നമ്മൾ സലാം വിട്ട്. ഇമാം ഇന്നിപ്പോ ഇശാ നിസ്കാരത്തിൽ ഏത് സൂറത്തായി ഇമാം ഓതിയത് എന്ന് ഞങ്ങളോട് ചോദിക്കണില്ല, നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഏത് സൂറത്താ 1ലും 2ലും ഇമാം ഓതിയത്? ഓർമ്മ ഉണ്ടോ? നമുക്ക് ഓർമ്മയുള്ള സൂറത്ത് തന്നെയാണ്, പക്ഷേ ഖൽബ് എവിടെയെങ്കിലൊക്കെയാണ്. നമ്മൾ എത്ര അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം? നമ്മൾ എത്ര പ്രാവശ്യം അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം ഈ നിസ്കാരം കഴിഞ്ഞിട്ട്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിസ്കാരം കഴിഞ്ഞ് ഈ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പഠിപ്പിച്ചത്. അത് അതിന്റെ രീതിയിലായിട്ടില്ല. അല്ലാഹ് എനിക്ക് മാപ്പാക്കി തരണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. ഇരിക്കുക. നിസ്കാരം ഒരു മനുഷ്യൻ ശരിയാക്കുന്നത് ഈമാൻ കഴിഞ്ഞ് നമുക്ക് ലഭിക്കേണ്ട നൂറ് കിട്ടാൻ അത്യാവശ്യമാണ്. നിസ്കാരം ധൃതി പിടിച്ച് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഈ നൂറ് നൽകുകയില്ല എന്ന് മനസ്സിലാക്കുക. നിസ്കാരത്തിൽ ധൃതി പിടിക്കരുത്. നിസ്കരിക്കുന്നത് നമ്മുടെ ഫർളായ അല്ലാഹു നിശ്ചയിച്ചൊരു റുക്നെ നമ്മൾ നിർവഹിക്കുകയാണ്. അത് അതിന്റെ അവധാനതയിൽ തുമഇനീനത്തോടുകൂടെ നിർവഹിക്കുക. സൂറത്തുൻ നിസായിൽ അല്ലാഹു പറയാം, يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون. കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങിയ ആയത്താണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഉലമാ പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ലാ തഖറബുസ് സ്വലാ, നിസ്കാരത്തിലേക്ക് നിങ്ങൾ വരുമ്പോ വഅൻതും സുകാറ, നിങ്ങൾ മത്ത് പിടിച്ചവരായിട്ട് വരല്ലേ, ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയണം. എന്താണ് നിങ്ങൾ ഈ ഓതുന്നത്,
എന്താണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? നിസ്കാരം അള്ളാഹുമായുള്ള മുനാജാത്താണ്. ഒരു അഭിസംബോധന, ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടാളുകൾ തമ്മിലുള്ള ഒരു ഡിസ്കോഴ്സ്. അതെന്ത് ചെയ്യണം? ബോധ്യപ്പെടും. ഞാൻ എന്തായി ചോദിക്കുന്നത്, എന്റെ റബ്ബ് എന്താണ് എന്നിലെ എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതറിയാതെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. കള്ളുകുടിച്ചു വരാൻ പാടില്ല എന്നാണ് ഇതിന്റെ പ്രബലമായ അഭിപ്രായം. അതാണ്. പക്ഷേ ഉലമാ പറയാൻ യാതൊരു ചിന്തയില്ലാതെ നിസ്കാരത്തേക്ക് അങ്ങനെ എന്തോ ഒരു ആലോചനയിൽ വരിക, അങ്ങനെ നിസ്കരിച്ചു പോയി, എന്താണ് നിസ്കാരം എന്ന് അറിയുന്നില്ല, നമുക്ക് എങ്ങനെ 100 കിട്ടുക? അത് നമ്മൾ ക്ലിയർ ചെയ്യണം. നമ്മൾ ഇന്നു മുതലെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ നന്നായിട്ടൊന്ന് ബദ്ധശ്രദ്ധരാകും. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മൾ പറയേണ്ടത് എന്താ? ഫാത്തിഹ ഓതുന്നതും നമ്മുടെ നിസ്കാരത്തിന്റെ തസ്ബീഹകളുടെയൊക്കെ അർത്ഥം അതൊന്നും വലിയ പ്രയാസമുള്ള വിഷയങ്ങളല്ലല്ലോ. പഠിപ്പിച്ചുതരാൻ എത്രയോ ഉസ്താദുമാർ. അതൊന്നുമില്ല. പിന്നെ ഒരു ഉസ്താദിന് കിട്ടില്ലെങ്കിൽ നേരെ ഒന്ന് ഇംഗ്ലീഷോ മലയാളമോ ടൈപ്പ് ചെയ്താൽ കിട്ടും. സെർച്ച് ചെയ്താൽ മനുഷ്യന്റെ എത്രയും പെട്ടെന്ന് അർത്ഥങ്ങളൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഈ പറയുന്നത്? ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ എന്താ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയണം. അങ്ങനെ അറിയാതെ നിങ്ങൾ എന്തായി നിസ്കരിക്കുന്നത്? എന്ത് നിസ്കാരമാണ് നിങ്ങൾ നിർവഹിക്കുന്നത്? ഫിഖ് പറയും, ഓക്കെ, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളൊക്കെ റുക്നുകളൊക്കെ പാലിച്ചിട്ടുണ്ടോ? നിസ്കാരം സ്വഹീഹാൻ, ശരിയാണ്. പക്ഷെ ഈ നിസ്കാരം മഖ്ബൂലാണോ, അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ടോ? അതറിയില്ല. നിസ്കാരം സ്വഹീഹാൻ, സ്വഹീഹൊക്കെ അള്ളാഹു തആല കബൂൽ ചെയ്യണമെന്നുണ്ടോ? അത് അള്ളാഹു ഇഖ്ലാസ് നോക്കിയിട്ടാണ്, നമ്മുടെ മനസ്സാന്നിധ്യം നോക്കിയിട്ടാണ്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് ബോധ്യപ്പെടുന്നത് വരെ. അപ്പോ ഒരു മത്ത് പിടിച്ച രീതിയിൽ വരരുത്. നിസ്കാരത്തിന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ ഇന്ന് എല്ലായിടത്തും എഴുതി വെച്ചിരുന്ന മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക. ഞാൻ ഒരു കാര്യം ചേർത്ത് പറയട്ടെ, ജുമുഅക്ക് വരുമ്പോ പ്രത്യേകം നമ്മൾ മസ്അല മനസ്സിലാക്കണം. ജുമുഅ ഖുതുബ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അത് അറബിയിലാണ്, എനിക്കത് തിരിയില്ലല്ലോ, അത് വിഷയമല്ല, അതൊരു വഅളാൻ, അതൊരു നസീഹത്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? മതി. നീ അവിടെ അച്ചടക്കത്തിലിരിക്കണം. മിണ്ടാൻ പാടുണ്ടോ? ഇല്ല. പള്ളിയിലേക്ക് വന്നു, നിസ്കാരത്തിൽ ളുഹറിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, 2 റക്അത്ത് നിസ്കരിച്ചോ? തഹിയ്യത്ത് നിസ്കരിച്ചില്ല, നിസ്കരിച്ചോ? ഖുതുബ തുടങ്ങുമ്പോ ദിക്ർ പോലും ചൊല്ലാൻ പാടില്ല, അറിയില്ലേ? ഖുതുബ തുടങ്ങുമ്പോ എന്ത് പാടില്ല? ഖുർആൻ പോലും ഓതാൻ പാടില്ല. ഖുതുബ നിർവഹിക്കപ്പെടുമ്പോ, ഖുതുബ നിർവഹിക്കുമ്പോ നമ്മൾ ഒരു സ്വലാത്തും ചൊല്ലാൻ പാടില്ല, മിണ്ടാതിരിക്കണം എന്നാണ്. ഖുതുബയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. തിരിഞ്ഞാലും ഇല്ലെങ്കിലും അവൻ അത് വഅളാണെന്ന് മനസ്സിലാക്കിയാൽ മതി, അവൻ അതിന്റെ കൂലി കിട്ടും. ഇനി നമ്മൾ ഹദീസ് വരിക. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മസ്സൽ ഹസ്വ ഫഖദ് ലഗ, ചരൽക്കല്ല് തൊട്ടാൽ അവൻ അരുതാത്തത് ചെയ്തു, അവന് ജുമുഅ ഖുതുബയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം അന്ന് ചരൽക്കല്ലാണ് പള്ളിയിലുള്ളത്, അല്ലെ? അത് തൊട്ടാൽ, ചരൽക്കല്ല് തൊടുന്ന ഒരു കല്ല് ഇങ്ങനെ ആ കല്ലൊന്ന് താഴ്ത്തി വെച്ചു കൊടുത്തു, ഇപ്പുറത്തൊരു കല്ലിന് അമർത്തി കൊടുത്തു, ഇതൊക്കെ ഇപ്പൊ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്തവൻ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമുഅത ലഹു, ഫലാ ജുമുഅത ലഹു. നമ്മൾ പറയുമ്പോൾ ജുമുഅത ല എന്ന് പറയും, ജുമുഅത ലഹു, അയാൾക്ക് ജുമുഅ ഇല്ല, ലഗ്വ് ചെയ്തു. നമ്മളിപ്പോ ചരൽക്കല്ലൊന്നുമില്ല. ഈ മസല നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഒരു ഉദാഹരണം മാത്രം പറയാം. എനിക്കത് പള്ളികർമ്മ ഓർമ്മ വരുമ്പോ അത് പറഞ്ഞിരണമെന്ന് മറന്നുപോകാണ്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഖുതുബ നടക്കണ ഇടയിൽ മൊബൈൽ എടുത്ത് നോക്കാൻ പാടില്ല, അതിൽ മെസ്സേജ് ഒന്നും നോക്കാൻ പാടില്ല, അത് അപ്പ സൈലന്റ് ആക്കുക അല്ലെങ്കിൽ വയലന്റ് ആക്കുക, ഇതൊന്നും അപ്പ പാടില്ല. ഫഖദ് ലഗാ, ജുമുഅയുടെ ഖുതുബയുടെ കൂലി ഇഷ്ടപ്പെട്ടു. നിസ്സാരം, ആകെ വേദാറ് പൈമലല്ലേ ഉണ്ടാവുക. അത് ശ്രദ്ധിക്കരുത്, അത് ശ്രദ്ധിക്കാനാണ്. അതൊക്കെ അതിന്റെ മുമ്പ് പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് ശരിയാക്കുക. സ്വിച്ച് ഓഫ് ചെയ്ത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലാണ്. ദുന്യാവിന്റെ അലാക്കാത്തൊക്കെ വിടുക. ചില പറയുന്നത് വൈബ്രേഷനിൽ വെച്ചാലോ, വൈബ്രേഷനിൽ വെച്ച നിസ്കാരത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഇതങ്ങ് വൈബ്രേഷൻ വരുമ്പോഴേക്ക് ഇബ്ലീസ് വരൂല്ലേ? പടച്ചോനെ, എവിടെ നിന്നാണ് ഈ വിളി വരുന്നത്? നാട്ടിൽ നിന്നാണോ, മലയാളിയാണോ, അറബിയാണോ, കഫീലാണോ, ആരായി വിളിക്കണത്? ചിന്ത പോയോ? അത് സ്വിച്ച് ഓഫ് ചെയ്തേക്ക്. ഫോൺ എന്ന് പറഞ്ഞ ആൾക്കാരുടെ സൗകര്യത്തിന് വിളിക്കുന്ന സംഗതിയാണ്. ഈ വിളിക്കപ്പെടുന്ന മനുഷ്യന്റെ സൗകര്യം നോക്കുവോ? ഇല്ല. അപ്പൊ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്താൽ മതി. നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഡെഡ് സൈലൻസ്, ഒരു വൈബ്രേഷൻ പോലും ഇല്ലാത്ത രീതിയിൽ വെക്കുക. അതവിടെ ഉള്ളതെന്നെ അറിയാത്ത കോലം. അത് ദുന്യാവുമായുള്ള ബന്ധങ്ങളാണ്. അള്ളാഹുവിന് മുമ്പിലേക്ക് കൈകെട്ടി ഇരുന്നിട്ട് നമ്മൾ ഇത് ആലോചിച്ച് പോയാൽ നമ്മുടെ നിസ്കാരം അസ്വലാത്തു നൂർ, നിസ്കാരം നിങ്ങൾക്ക് നൂറാണ്. എങ്ങനെ ഇത് നൂറാവുക? നമ്മുടെ ചിന്ത ദുന്യാവിലാണ്, നമ്മുടെ ചിന്ത ഇവിടുത്തെ മറ്റു വിഷയങ്ങളിലാണ്. മെസ്സേജ് അങ്ങോട്ട് ബീപ് സൗണ്ട് വന്നു, കുറച്ചോനെ എന്താണ് ഈ വന്ന മെസ്സേജ് എന്ന് അവൻ ആലോചിച്ചു പോയി. നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടോ?
നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടത്? ദുന്യാവിന്റെ ഒരു ഫാക്ടറാണ്, ദുന്യാവിന്റെ ഒരു വിഷയത്തിലാണ് ഇപ്പൊ പോയത്. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ഇതൊക്കെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴെങ്കിലും ഈ ഏർപ്പാടൊക്കെ നിർത്തിവെക്കുക. അപ്പോഴും ദുന്യാവ്, പിന്നെ എപ്പോഴാണ് നമ്മൾ ആഖിറത്തിലേക്ക് ചിന്തിക്കാൻ നേരം? മുഴുവൻ സമയം അള്ളാഹുലേക്ക് കൊടുക്കാൻ എപ്പോഴാ നേരം ഉണ്ടാവുക? നിസ്കാരത്തിൽ പോലും നമുക്കിത് വയ്യ. മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ അത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പഠിക്കണം. മൊബൈൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ അത് സൈലന്റ് ആക്കാൻ മിനിമം പഠിക്കണം. അത് അതിന്റെ ഫർളായ ഒരു ഇൽമപ്പെട്ടത്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സദസ്സ് ചെല്ലും അത് സൈലന്റ് ആക്കണം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് അറിയില്ല എന്ന് വരും. ആരോടെങ്കിലും ചോദിച്ചിട്ട് പഠിക്കുക. അവനവന്റെ മൊബൈൽ എങ്ങനെ സൈലന്റ് ആക്കി വെക്കുക, എങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യുക, നമ്മളത് പഠിക്കുക. അതതിന്റെ ഇൽമ, ആ അദബിൽപ്പെട്ടതാണ്. നിസ്കാരത്തിൽ കിടക്കുമ്പോൾ പ്രത്യേകിച്ചും ഇബ്ലീസ് പല വഴിക്കും വരും, പല വഴിക്കും ഫിത്നയാക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന അഹദകും ഇദാ സ്വല്ലാ യുനാജി റബ്ബഹ്. ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിനോടവൻ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫലാ യത്ഫിലന്ന അൻ യമീനിഹി. തുപ്പാൻ വന്നാൽ പോലും അവൻ തുപ്പരുത് വലതുഭാഗത്തേക്ക് തുപ്പല്ല. വലാകിൻ തഹ്ത ഖദമിഹിൽ യുസ്റാ. അത് ചെയ്യുകയാണെങ്കിൽ പോലും തന്റെ ഇടത് കാലിന്റെ താഴ്ഭാഗത്തേക്ക് ആകുന്ന രീതിയിൽ അവൻ ചെയ്തോട്ടെ, വലതുഭാഗത്തേക്ക് ചെയ്യല്ല. അള്ളാഹു മുന്നിട്ടിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ അത് പഠിപ്പിച്ചതാണ്. തുപ്പാനങ്ങ് വന്ന്, ഇപ്പോഴൊക്കെ ടിഷ്യൂ ഒക്കെ ഉള്ള കാലമാണ്, ടിഷ്യൂ ഉപയോഗിച്ചു, അതിലേക്ക് എടുത്തു. തുപ്പൽ എന്തല്ല, നജസല്ല, അതെന്ത് ചെയ്യാം, തോത്തിയെടുത്തു, നിസ്കാരം മുറിയാത്ത രീതിയിൽ. അന്ന് തുപ്പുന്ന സമയം വലതോ ഇടതോ നോക്കണം. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ്, ആ മഹാനുഭാവന്റെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകും. അവസാന കാലം ബഹുമാനപ്പെട്ടവർക്ക് പ്രായമായ സമയത്ത് എറണാകുളത്ത് ഉസ്താദ് അവിടെ ഒരു സമ്മേളനത്തിന് വന്നപ്പോ നമ്മുടെ SKSF-ന്റെ പ്രവർത്തകന്മാരൊക്കെ താങ്ങിങ്ങനെ കൊണ്ടുപോയി കൈപിടിച്ചു കൊണ്ടുപോകുമ്പോ ഉസ്താദ് പറയാ, എന്നെ ഒന്ന് ഇടത്തോട്ടൊന്ന് തിരിച്ചു തരീൻ എന്ന് പറഞ്ഞു. അങ്ങനെ പോവാണ്, ഇടത്തോട്ടൊന്ന് തിരിച്ചു തരണം. അപ്പൊ എല്ലാരും കൂടി ഉസ്താദിനെ തിരിച്ചു കൊടുക്കുക. അത്രക്കും വയ്യാത്തൊരു സമയം തിരിച്ചു കൊടുക്കുകയാണ്. എന്താണ്? എനിക്കൊന്ന് തുപ്പാനുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് വലത്തെ ഭാഗത്തേക്ക് ആവണ്ട, വലതു ഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്. അതാ പ്രായമുള്ള സമയം ആളുകൾ എടുത്തു കൊണ്ടുപോകുക. എന്നൊന്ന് തിരിച്ചു തരി, എനിക്ക് തിരിയാൻ കഴിയില്ലല്ലോ, എന്നൊന്ന് ഇടതു ഭാഗത്തേക്ക് തിരിച്ചു തരി, എനിക്കൊന്ന് തുപ്പണം. ഇങ്ങനത്തെ സാത്വികരായ ഉലമാ ഒക്കെയാണ് സമസ്തയുടെ ഉലമാക്കളിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അത് അദബാണ്, അതാണ് നൂർ, അള്ളാഹുവിന്റെ നൂറാണത്. അള്ളാഹുവിന്റെ നൂറാണ്, ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും അത് പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഇന്ന അഹദകും ഇദാ സ്വല്ലാ യുനാജി റബ്ബഹ്. അള്ളാഹുവിനോടാണ് ഈ പറയുന്നത് എന്ന ബോധം ഒരാൾക്ക് നിസ്കാരത്തിൽ വേണം. ആ ബോധത്തിലൂടെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോ അള്ളാഹുവിന്റെ ഈ നൂർ, ഇത് കിട്ടാൻ ആവശ്യമായ കാരണങ്ങളാണ് നമ്മെ ഉലമാ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ വിഷയം മുജാഹറത്തുൻ നഫ്സി വൽ ഹവ. നമ്മുടെ ശരീരത്തോട് നമുക്കൊരു മൽപിടുത്തം ചെയ്യേണ്ടി വരും. നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹത്തെ ഒന്ന് കടിഞ്ഞാനിടേണ്ടി വരും. അത് അള്ളാഹുവിന്റെ നൂറ് കിട്ടാൻ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ വിലയാണ്, സമനാണ് എന്ന് മഹാന്മാരായ ഉലമാ പറയാൻ. ആയത്തിതാണ് സൂറത്തുൻ നാസിആത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. أَمَّا مَنْ خَافَ مَقَامَ رَبِّهِ. അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുകയും, വനഹൻ നഫ്സ അനിൽ ഹവാ. ആ ആയത്തിന് മഖാമിന് രണ്ടർത്ഥം ഉണ്ട് അവിടെ. ആ ആയത്ത് തഫ്സീർ ചെയ്യുമ്പോഴാണ് ഉലമാ പറയുന്നത് എഴുന്നേറ്റ് നിൽക്കലിന്റെ മസല എന്താണ്, ബഹുമാനാർത്ഥം. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, ഒരു ഖിയാം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരാനുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി പേടിക്കുന്നവർ, എനിക്ക് അള്ളാഹിന്റെ മുമ്പിൽ കണക്ക് പറയണല്ലോ എന്ന് ആലോചിക്കുന്നവർ. നഫ്സിനെ ഹവയിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നവൻ. നഫ്സിന്റെ, ശരീരത്തിന്റെ ചില ഇച്ഛകൾ ഉണ്ടാകും. നമ്മുടെ നഫ്സിന് ചില ആഗ്രഹം ഉണ്ടാകും, അങ്ങനെ അങ്ങോട്ട് ഉറങ്ങാന്ന്. അത് ശരീരത്തിന്റെ ഒരു ആഗ്രഹമാണ്. അത് ആവശ്യത്തിന് ആയിക്കഴിഞ്ഞാൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ നഫ്സ് അതിലേക്ക് വരും. حب الرضاع وإن تفتمه ينفتمي مولاي صل وسلم دائما أبدا
അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വന്നഫ്സു, ശരീരം എന്ന് പറയുന്നത് കത്ഫിലി, ഒരു കുട്ടിയെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു, ആ കുട്ടിയെ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് വിട്ടാൽ ശബ്ബ അലാ ഹുബ്ബിർ റളാഇ, ആ കുട്ടിക്ക് ഉമ്മാന്റെ മുലപ്പാല് കുടിക്കേണ്ടി വരും എത്ര വലുതായാലും. വഇൻ തഫ്തിംഹു, ആ കുട്ടിക്ക് നീ ആ മുല കൊടുക്കൽ നിർത്തിയാൽ യംഫതിമി, കുട്ടി നിർത്തും ചെയ്യും. കുറച്ചടങ്ങാറാവേണ്ടി വരും ഉമ്മാർക്ക് അല്ലേ. പക്ഷേ ആ കുട്ടിയുടെ ആഗ്രഹത കുടിക്കാൻ തന്നെയാണ്. അങ്ങനെ കുട്ടികളൊക്കെ വിരലൊക്കെ മുമ്പുന്ന ആ ഒരു ദുശ്ശീലങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ്. പക്ഷേ അത് അവിടെ നിർത്തിയില്ലെങ്കിൽ, 2-ാം വയസ്സിലോ മറ്റോ നിർത്തിയില്ലെങ്കിൽ വലുതായാലും കുട്ടിക്ക് പാൽ കുടിക്കേണ്ടി വരും. അതൊക്കെ നടക്കാൻ പറ്റുമോ? ഇല്ല. അത് നിർത്തന്നെ വേണം. ശരീരത്തിന്റെ ആഗ്രഹം ഇങ്ങനെ വിട്ടേച്ചു പോയാൽ അത് നിർത്താൻ പിന്നെ ആവാന്ന് പറഞ്ഞു പോയാൽ അത് അങ്ങനെ പോകുന്നതാണ്. നമ്മുടെ ശരീരശാസ്ത്രത്തെ സംബന്ധിച്ച് ഉലമാ പറയുന്നതാ, നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ജോലിക്ക് പോകുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ സുബഹി നിസ്കാരവും ദുഹാ നിസ്കരിക്കുന്നവർ അത് എല്ലാം ക്ലിയറായി ജോലിക്ക് പോയി, മാഷാ അല്ലാഹ്, രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി. അതൊക്കെ കിട്ടാത്ത എത്ര ആൾക്കാരുണ്ടെന്ന്, എത്ര കൊല്ലങ്ങളായി സൂര്യോദയം കാണാത്ത ആൾക്കാരുണ്ടാവും അല്ലേ. അങ്ങനെ ആലോചിക്കും, നമ്മൾ സ്കൂളൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഏതായാലും രാവിലെ അതിരാവിലെ എഴുതിട്ട് പോകും. ഞാൻ ആലോചിക്കും, പഠിച്ചോനെ ഈ സൂര്യ ഉദിക്കുന്നത് കൊല്ലങ്ങളായിട്ട്, 10 മണിക്കൊക്കെ ജോലിക്ക് എത്തിയാൽ മതി, 8 മണിക്കാണ് നവരുടെ കടന്നുറങ്ങുകയാണ് സുബഹി കഴിഞ്ഞ്. എത്ര കൊല്ലങ്ങളായിട്ട് എന്തൊരു ഭംഗിയുള്ള നേരാന്നറിയത്. ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് നോക്കി എന്തൊരു ഭംഗിയാണ് സൂര്യോദയം, ആ ഉദിച്ചു വരുന്ന ഒരു ഭംഗി, ആ ചക്രവാളത്തിന്റെ ഭംഗിയൊക്കെ. ഉച്ചയായി കഴിഞ്ഞാൽ നമ്മളത് മറക്കും അല്ലേ. നമ്മള് ശരീരത്തിനെ ശീലിപ്പിക്കുന്നത്, ഇപ്പൊ ഉലമാ പറയുന്നത് എന്താ വെച്ചാല്, ഇസ്ലാമിലൊരു ഹോളിഡേ എടുക്കാനില്ല എന്നാണ്. നമുക്കൊരു ദിവസം ഒഴിവൊരു വീക്കെൻഡ് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഇല്ല എന്നാണ്. നമ്മൾ മുഴുവൻ സമയം ക്രിയേറ്റീവാണ്. അതായത് എല്ലാ ദിവസവും കറക്റ്റ് നമ്മൾ സുബഹിക്ക് എഴുന്നേറ്റു, പക്ഷെ വെള്ളിയാഴ്ച അല്ലേ അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലേ, നാളെ ഹോളിഡേ ആണല്ലോ, നാളെ നാഷണൽ ഡേന്റെ ഹോളിഡേ ആണ്, എന്നാ കിടക്കട്ടെ എന്നങ്ങ് പറഞ്ഞു തീരുമാനിച്ചോ, അവിടെ ആ നഫ്സിന്റെ ഷെഡ്യൂൾ നമ്മൾ ബ്രേക്ക് ചെയ്താൽ, നമ്മൾ ഒരു ദിവസം ബ്രേക്ക് ചെയ്താൽ ശരീരം അത് 2 ദിവസം എടുക്കുന്നതാണ്. പിന്നെ 2 ദിവസം കഷ്ടപ്പെടണം ആ പഴയ ഫോമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെയാണ്. നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ഉറങ്ങി ഒരു ദിവസം തെറ്റിച്ചു, പിന്നെ അതിന്റെ പിറ്റേന്ന് എഫക്ട് ഉണ്ടാവുന്ന ദീനി വിഷയം അങ്ങനെയാണ്. നമ്മൾ ക്ലാസ്സിനൊക്കെ വരുന്നു, അൽഹംദുലില്ലാഹ് നമുക്ക് എത്താൻ പറ്റുന്നു. നമ്മൾ ജോലി മാറിപ്പോയി, എവിടെയെങ്കിലും വദാസായതിലെത്തി, അവിടെ ക്ലാസ് ഒന്നും നടക്കണില്ല, അവിടെ ഒന്നും നടക്കാൻ ചാൻസും ഇല്ല. നമ്മളങ്ങനെ ഈ നേരത്തോ അല്ലെ സീരിയലാണോ സിനിമയാണോ എന്താണോ ചർച്ച നടക്കുന്നത് അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നേരം കൊല്ലങ്ങൾ കഴിയും. പടച്ചോനെ, എനിക്ക് ദീനായിട്ട് ഒരു ബന്ധം ഉണ്ടായില്ലല്ലോ. ആ ബന്ധം കണ്ട് മുറിഞ്ഞാ പോയി. അത് നമ്മൾ ഒരു ദിവസം മുറിച്ചാൽ, നമ്മൾ ഒരാഴ്ച ക്ലാസ്സിന് വരാതെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ നഫ്സ് 2 ആഴ്ചത്തെ എക്സ്ക്യൂസ് നഫ്സ് ഉണ്ടാക്കുന്ന അങ്ങനെയാണ്. അതിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞില്ല, ഇപ്പൊ ചെന്നതിന്റെ കണക്ഷൻ മനസ്സിലാവുക എന്താണ് ഇപ്പൊ. അതുകൊണ്ട് ഇന്ന് നഫ്സ് 2 കാരണം ഉണ്ടാക്കും. നമ്മൾ ഒന്നെടുത്താൽ നഫ്സ് 2 എടുക്കും. നമ്മുടെ ശരീരം മുജാഹദ, നമ്മുടെ നഫ്സിനോടൊരു മൽപ്പിടുത്തം ചെയ്യാനുണ്ട് എന്നാ. നമ്മുടെ ശരീരം അല്ലാഹു സെറ്റപ്പ് ചെയ്തത് അങ്ങനെയാണ്. അത് നമ്മൾ ശീലിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങനെ അശ്രദ്ധമായോ നഫ്സ് നമ്മൾ ഓവർടേക്ക് ചെയ്യും. ബഹുമാനപ്പെട്ട ബുസ്രി ഇമാമൊക്കെ ബുർദയുടെ ആദ്യ ഭാഗത്ത് പറയുന്ന വിഷയങ്ങളൊക്കെ അതാണ്. നഫ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ള ടെക്നിക്കുകളാ പറയുന്നത്. അപ്പോ ഖുർആൻ പറയാണ്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മഖാമിനെ പേടിക്കുകയും അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണല്ലോ എന്ന് ഭയപ്പെടുകയും, വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്താൽ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗ്ഗം തന്നെയാണ് അവന്റെ അഭയസ്ഥാനം. അള്ളാഹു അഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ മഹാനായ അബൂ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കൂടണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ ഭൂമിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മൻ അംറ മുഅ്സിറൻ ഔ വളഅ ലഹു വഖഹു അല്ലാഹു മിൻ ഫീഹി ജഹന്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അംറ മുഅ്സിറൻ. ഈ ഹദീസിന്റെ മുഴുവൻ ഭാഗം പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകും. മൻ അംറ മുഅ്സിറൻ, ഒരു കടം വാങ്ങിച്ച പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരാൾ സാവകാശം ചെയ്തു കൊടുത്തു. ഒരാൾ പൈസ കടം വാങ്ങി, 2 ആഴ്ചയിലെ ശമ്പളം കിട്ടുമ്പോ അടുത്ത മാസം 1-ാം തീയതി തരാം 2-ാം തീയതി തരാന്ന് പറഞ്ഞു. പക്ഷേ അയാൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു, ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. എന്നാ നിങ്ങളത് 2 മാസം കഴിഞ്ഞിട്ട് മതി, ഒരു 6 മാസം കഴിഞ്ഞിട്ട് എനിക്കത് ആവശ്യമുള്ളൂ. ആ പാവപ്പെട്ട ആൾക്ക് നിങ്ങൾ സാവകാശം ചെയ്തു കൊടുത്തു. അൻവറ, അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗുണങ്ങളാണ് മുഅ്മിനീങ്ങളെ. ഔ വളഅല, അല്ലെങ്കിൽ പറഞ്ഞു നിങ്ങളതെനിക്ക് തരണ്ട.
ഒരു മുഅസ്സിർ, പാവപ്പെട്ട ആളാണ് അയാൾ. എനിക്കതില്ലെങ്കിൽ അൽഹംദുലില്ലാ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ എനിക്ക് തരണ്ട, നിങ്ങൾക്ക് ഞാൻ സ്വതക്കയായിരുന്നു ഒന്നുകിൽ അങ്ങനെ. അല്ലെങ്കിൽ അയാൾക്ക് ഒരു സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത മാസം വേണ്ട, നിങ്ങൾ പ്രയാസം തീർന്നിട്ട് മതി, എന്തെങ്കിലും അയാൾക്ക് അതിലൊരു സാവകാശം ചെയ്തു കൊടുത്താൽ വഖാഹുല്ലാഹു മിൻ ഫൈഹി ജഹന്നം, നരകത്തിന്റെ ചൂടിൽ നിന്ന് ആ മനുഷ്യനെ അള്ളാഹു രക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലൈവ് പോയോ? അഷ്റഫ് ക, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഹലോ സഹോദരന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ടെക്സ്റ്റ് അടിക്കൂ. ലൈവ് പോയോ? ഓക്കെ ലൈവ് അഷ്റഫ് ക വന്നിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ഇല്ല, മുഅ്മിനീങ്ങൾക്കുണ്ട്, ഈമാനിന്റെ മധുരമുള്ള ആളുകൾക്കുണ്ട്. സാധാരണഗതിയിൽ ചിന്തിച്ചാൽ അങ്ങനെയൊക്കെ എല്ലാ ആൾക്കാരും പോയി അവിടെ ചെന്നിട്ട് എന്താ, ഇസ് ഇറ്റ് ഫൺ? ഇത് ഫൺ എന്റർടൈൻമെന്റ് ഒന്നുമല്ല, ഇത് റിയൽ അള്ളാഹുവിന്റെ ഹഖീഖത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്, അല്ലേ? ഇന്നൽ ജന്നത ഹസ്നുൻ ബിറബ്വ, സ്വർഗം എന്ന് പറയുന്നത് സങ്കടമുള്ള കാര്യങ്ങൾ, പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. ബിറബ്വ, സ്വർഗം എന്നത് ഉയർന്ന സ്ഥലത്താണ്. കയറി ചെല്ലണം, നടന്നു ചെല്ലണം. 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അലാ, അറിയണം, ഇന്ന അമലന്നാരി സഹ്ലുൻ, നരകത്തിലേക്ക് പോകാനുള്ള പണികളൊക്കെ എളുപ്പമാണ്. എളുപ്പമാണ്. എന്താ? കള്ളുടിച്ചാൽ മതി, തോന്നിയാസം ചെയ്താൽ മതി, വ്യഭിചരിച്ചാൽ മതി, വഞ്ചിച്ചാൽ മതി. എത്ര എളുപ്പമാണ്! എന്തെല്ലാം കള്ളക്കണക്കുകൾ, അല്ലെ? വല്ല ഓഡിറ്റിനോ വല്ല അക്കൗണ്ടന്റിനും വന്നാൽ ഖലാസ്, അയാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അയാളും കണക്ക് ശരിയാക്കി, എല്ലാം ക്ലിയർ. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം വഞ്ചനകൾ! ഇത് എളുപ്പമാണ്, ഇതിന് പ്രയാസമല്ല. നേരെ മറിച്ച് ഹക്കിലും ബാത്തിലും നോക്കിയിട്ട്, ഹക്കും ബാത്തിലും നോക്കി അള്ളാഹുവിന്റെ വഴിയിൽ, സ്വർഗത്തിന്റെ വഴിയിൽ നിലനിൽക്കണമെങ്കിൽ ഹസ്നുൻ, പ്രയാസപ്പെടേണ്ടി വരും. കൂടെയുള്ള ആൾക്കാരെ വരെ എന്ത് ചെയ്യും? ഇയാളെ പ്രയാസപ്പെടുത്തും. അങ്ങനെയാണ്. ഒരാള് എന്നെ വിളിച്ചു ചോദിച്ചു, സാറെ, കച്ചവടത്തെ എങ്ങനെയാണ് സത്യസന്ധതമായി കച്ചവടം ചെയ്ത് എങ്ങനെയാണ് ജീവിക്കുക എന്ന് മനസ്സിലാവണില്ല. കാരണം ഒരാൾ വന്ന് ചോദിക്കുന്നു, ഉസ്താദെ, ഈ ബാഗ്, ഈ സ്യൂട്ട് കേസ്, ഇത് കൊറിയയാണോ ജപ്പാനാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഒറിജിനൽ കൊറിയൻ വേണം, പക്ഷെ ഉള്ളത് ചൈനയാണ്. ഇത് ഞാൻ ചൈനയാണെന്ന് പറഞ്ഞാൽ അയാൾ ഇറങ്ങിപ്പോകും തൊട്ടടുത്ത ഷോപ്പിൽ. അയാളോട് ചോദിക്കുന്നത് ചൈനയാണോ കൊറിയയാണോ? ഇത് കൊറിയയാണ്. എവിടെ? പച്ച ചൈനയെ പിടിച്ചിട്ട് കൊറിയയാണെന്ന് അവൻ പറയും. അവനത് വാങ്ങിപ്പോകും. എനിക്ക് കാലാകാലം കച്ചവടം നടക്കുമല്ലോ ഉസ്താദ്, എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് കച്ചവടം സത്യസന്ധമായി ചെയ്യാം? ഹസനുൻ ബിറബ്വ, സ്വർഗം കുന്നിൻ പുറത്തേക്ക് കയറി ചെല്ലേണ്ട സ്ഥലമാണ്. ഹസനുൻ, അവിടേക്കുള്ള പാത വളരെ ദുഃഖകരമാണ്, പ്രയാസകരമാണ്. നമ്മുടെ സഹോദരൻ വിളിച്ച് ഈ സദസ്സിലുണ്ടോന്ന് അറിയില്ല, അദ്ദേഹം ജോലിയിൽ നിന്ന് ഒഴിവായി കിട്ടാൻ ദ്വാരക്കാൻ പറഞ്ഞു. ഒഴിവായി കിട്ടാൻ, അബുദാബിയിൽ തന്നെയാണ്. ഒഴിവായി കിട്ടണം. എന്താ? ബില്ല് എഴുതി കൊടുക്കണം. സ്വന്തം ജ്യേഷ്ഠാനുജന്മാരുടെ കൂടെയുള്ള ജോലിയാണ്. അവരൊക്കെ ഈ പണി ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. ഇയാൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇയാൾ അള്ളാന്റെ നൂറ് കിട്ടിയ ഒരു മനുഷ്യനാണ്, അയാൾക്കത് ചെയ്യാൻ പറ്റണില്ല. കുടുംബല്ലേ, തെറ്റാൻ പറ്റുമോ? സാധാരണ ഈ ഷെയർ കൂടി കച്ചവടം തുടങ്ങണമല്ലോ, ഒക്കെ അവസാനം ആജന്മ ശത്രുക്കളായി പിരിയലാ കാണാറുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജ്യേഷ്ഠൻ അഞ്ജനായാലും അയൽവാസികളായാലും കൂടെ പഠിച്ചവരാ. 1-2 കൊല്ലം ഭയങ്കര ഉഷാറാണ്. പിന്നെ എന്തേപ്പാ ആയത്? ഞാൻ എന്റേതെടുത്ത് പോന്നു, മറ്റോ ഞാനും പോന്നു, അല്ലെ? നല്ല വളവുള്ളവരാ മുഴുവൻ കൈയടക്കി വെച്ചിട്ട് അവനങ്ങ് ഉഷാറാക്കി പോകും. ഒരു ഹക്കും ബാത്തും ഇല്ലാത്ത ആളുകൾ. ഇയാൾ പറയാണ്, എനിക്കത് എഴുതാൻ പറ്റണില്ല. 2000 റുപ്യ സാധനം കൊടുത്തിട്ട് കസ്റ്റമർ വന്ന് പറയാണ്, ബില്ലിങ്ങളൊരു 3000 എഴുതിക്കളി, ഞങ്ങൾക്ക് 2000 തരാം, 1000 ഞാൻ എടുത്തോളാം. ഇത് എഴുതി കൊടുത്ത് സ്റ്റാമ്പും ചെയ്തു കൊടുത്ത് ഒരു കുഴപ്പം ആൾക്കാരെ വിചാരിക്കണില്ല. പക്ഷേ ഇത് നുണയാണ്.
ഇത് പച്ച നുണയാണ് എഴുതി കൊടുക്കുന്നത് അല്ലേ? ഇതെന്നെ കൊണ്ട് എഴുതി കൊടുക്കാൻ പറ്റൂല, ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഇവരെയാ നമുക്ക് വേണ്ടത്. അവരെ കൊണ്ടാണ് അല്ലാഹു റഹ്മത്ത് തരിക, അവരെ കൊണ്ടാണ് ഈ ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്ത് തരുന്നത്. അല്ലാഹു നമ്മെ ഇസ്സത്തിലാക്കുമാറാകട്ടെ. അങ്ങനെ ചിന്തിക്കാൻ കഴിയണം മുഅ്മിനീങ്ങളെ, അങ്ങനെ ചിന്തിക്കാൻ. ഇന്നൽ ജന്നത ഹസ്ൻ ബിറബ്വ. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം കച്ചവടത്തിന് കയറി ഇറങ്ങുമ്പോഴേക്കും എത്ര തെറ്റുകൾ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടാവും. എന്താ ഈ നുണ പറയാതെ കച്ചവടം ചെയ്യാൻ പറ്റില്ലേ? സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്തുകൂടെ? ചെയ്യാൻ കഴിയുമല്ലോ. പക്ഷേ വളരെ നരകത്തിലേക്ക് പോകുന്ന വഴി പ്ലെയിനാണ്. അവിടെ നമുക്ക് കുന്നുകയറി പോകേണ്ട ആവശ്യമില്ല. നരകത്തേക്ക് ചെയ്യുന്ന പണി എളുപ്പവുമാണ്. 3 പ്രാവശ്യം ഉറക്കെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഫ്സ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് കച്ചവടം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ ഒരു പർച്ചേസ് മാനേജർ, അയാളുടെ ശരീരത്തിന്റെ ഹവയാണ്, ശരീരത്തിന്റെ ഇച്ഛയാണ് ഈ പറയുന്നത്, ശരീരത്തിന്റെ ആഗ്രഹമാണ് ഈ പറയുന്നത്. 2000-ന് എനിക്ക് 5000 ബില്ല് എഴുതി തന്നേക്ക്, കാരണം എന്റെ ശമ്പളത്തെക്കാളും ഇത് ഇരട്ടികൾക്ക് ഇരട്ടിയാണ്, അത് എനിക്ക് കിട്ടും. എത്ര കിട്ടിയാലും മനുഷ്യന് മതി വരികയുമില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു ജല്ല ജലാലു പഠിപ്പിക്കുകയാണ്. ഈ ഹവ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നുണ പറയണം, മുതലാളിക്ക് ബില്ല് കാണിച്ചു കൊടുക്കണം. ഓഡിറ്റിന് വരുന്ന ആളുകൾ ഇത് കാണുന്നുണ്ട്. ഈ നുണ ബില്ല് നമ്മൾ കച്ചവടക്കാരന്റെ അടുത്ത് വാങ്ങണം. അവൻ എഴുതി കൊടുക്കുന്നു, അവൻ സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുകയാണ് എൻവലപ്പിൽ, ഇതാ നിങ്ങളുടെ ബിൽ. എത്ര ഹറാമുകളോടെ നടന്നു, എത്ര ഹറാമുകൾ നടന്നു ഇവിടെ, എത്ര ഹറാമുകളാണ് നടക്കുന്നത്. ഇന്നൽ നാറ സഹ്ലുൻ ബിസഹ്വ. നരകത്തിലേക്ക് പോകാനുള്ള പണി എളുപ്പമാണ്, അത് നല്ല സുഖമുള്ള ഏർപ്പാടുകളാണ്. 3 പ്രാവശ്യം പള്ളിയിലേക്ക് പുറപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വസ്സഈദു മൻ വുഖിയൽ ഫിതൻ. ആപത്തുകളിൽ നിന്ന് കാവല് കിട്ടിയ ആളാണ് ഏറ്റവും ഭാഗ്യം കിട്ടിയ മനുഷ്യൻ. വമാ മിൻ ജർഅത്തിൻ അഹബ്ബു ഇലയ്യ മിൻ ജർഅത്തി ഗൈദിൻ യക്ദിമുഹാ അബ്ദുൻ. സുബ്ഹാനല്ലാഹ്. മുഅ്മിനായ ഒരു മനുഷ്യൻ താഴേക്ക് ഇറക്കുന്ന ഒരു ഇറക്ക് വെള്ളം, ആ ഇറക്ക് വെള്ളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരിറക്ക് ദേഷ്യം കടിച്ചമർത്തുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താഴേക്ക് ജർഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിപ്പ് ഓഫ്, അല്ലെ, ഒരു അല്പം വെള്ളം നമ്മൾ താഴെ ഇറക്കുന്നത് നമ്മൾ ജർഅത്ത് എന്ന് പറയാം അറബിയിൽ. അതിലേറ്റവും നല്ലത് ദേഷ്യം എന്ന ഒരു ദേഷ്യത്തിന്റെ ഒരു ഇറക്ക് താഴേക്ക് ഇറക്കണതാ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാതെ ദേഷ്യം കടിച്ചമർത്തുന്നത്. മാ ഖലമഹ അബ്ദുൻ ഇല്ലാ മല അല്ലാഹു ജൗഫഹു ഈമാന. ഒരു മനുഷ്യൻ ദേഷ്യപ്പെടേണ്ട, അല്ലെങ്കിൽ തന്റെ ഹക്ക്, അള്ളാഹുവിന്റെ ഭാഗത്ത് കുഴപ്പമുള്ള ഒരു വിഷയം വന്നാൽ അവിടെ ദേഷ്യപ്പെടണം. പക്ഷെ എനിക്കെന്തെങ്കിലും കുഴപ്പം പറ്റുന്നത് അതിൽ ഞാൻ ദേഷ്യപ്പെടുന്നില്ല, അത് ഞാൻ കടിച്ചമർത്തുകയാണ്. എന്റെ ഇസ്സത്ത് അത് വിഷയമല്ല. ദീനിന്റെ ഇസ്സത്തിന് കുഴപ്പമുണ്ടോ അവിടെ ഞാൻ ദേഷ്യപ്പെടണം. പക്ഷേ എന്റെ പേഴ്സണൽ വിഷയമാണ്, അത് എന്തായിക്കോട്ടെ, അതിൽ ഞാൻ സഹിക്കണം. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഈ പറഞ്ഞതിന്റെ ആശയം എന്താ? ഒരു മനുഷ്യൻ അവന്റെ നഫ്സിനോട് പടപൊരുതാനുണ്ട്. അപ്പോഴേ നമ്മൾ ഈ ദീനിന്റെ സത്തയിലേക്ക് എത്തുകയുള്ളൂ, അല്ലെ? നമുക്ക് നല്ല ശരീരത്തിന്റെ സുഖേർപ്പാടൊക്കെ നമ്മൾ ഉഷാറായിട്ട് ചെയ്തു പോയി, കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മുടെ സമ്പത്തിന് എന്തെങ്കിലും, നിസ്സാരം ഒരു ഉദാഹരണം പറയാം, വെറുതെ നമുക്ക് ഉദാഹരണം പറയാലോ. ഈ ക്ലാസ് തീരുമ്പോ എല്ലാവരും ഒരു 10 റുപ്യ വെച്ചിട്ട് കൊടുക്കണം എന്ന് ഒരു പിരിവങ്ങ് നിർബന്ധാക്കി എന്ന് വിചാരിക്കുക. കുറച്ചാൾക്കാരെങ്കിലും എണ്ണം കുറയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ, അല്ലേ? നമ്മൾ അങ്ങനെ ഒരു പിരിവുമ്പോഴല്ല ഉസ്താദന്മാരൊക്കെ നിർബന്ധിച്ച് എന്തെല്ലാം ആവശ്യങ്ങളോടെ വരാറുണ്ട്. അങ്ങനെ ഒരു എക്സ്ട്രീം നെസസിറ്റി വരുമ്പോഴേ അങ്ങനെ പറ്റി ആലോചിക്കാറുണ്ട്. അത് വേണ്ട, അത് ഇബ്ലീസ് ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് തരും. നീ പോണ്ടട്ടോ, 10 റുപ്യ കാലിയാവും. അതുകൊണ്ട് നമുക്ക് ഈ എൽമ് കിട്ടാതെ പോകും. അത് വേണ്ട, 5 പൈസ വേണമെങ്കിൽ ആരെങ്കിലും വല്ല ജ്യൂസോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുടിച്ചിട്ട് പോകാം. അങ്ങനെയാണ്. നമ്മളെ സഹോദരൻ കഴിഞ്ഞ ആഴ്ച ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മകനും ഈ സദസ്സിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അദ്ദേഹം കൂടെ ദ്വാരക്കാൻ പറഞ്ഞല്ലോ. മകന്റെ വിസന്റെ ഏർപ്പാട് വിഷമുണ്ട്, അത് റാഹത്തായി. മകൻ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത സന്തോഷങ്ങളോട് പറയാൻ പറഞ്ഞു. ഞാൻ പറയാം, ആൾക്കാർക്ക് വല്ല ചീരിഞ്ഞ് വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് പിന്നീട് ഞാൻ പറഞ്ഞ കൊടുക്കണ്ട, അതൊന്നും വേണ്ട, ബുദ്ധിമുട്ടാകണ്ട. പക്ഷെ സന്തോഷങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നിങ്ങൾ കൊണ്ടുപോകുക എന്നല്ലാതെ നിങ്ങളടുത്തൊന്നും വാങ്ങണില്ല. എന്തേ? അത് ഇബ്ലീസ് അതുമ്മ കയറി പിടിക്കും. എന്തിനാണ് ഇപ്പത്? 5 റുപ്യല്ലേ? എന്താ 5 റുപ്യന്റെ ഒക്കെ വില? എക്സ്ചേഞ്ച് പോയി നോക്കിയാൽ
എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ ഫിത്നയിലാക്കും. അപ്പൊ നമ്മുടെ നഫ്സുമായിട്ട് കുറച്ച് മൽപിടുത്തം ചെയ്യാനുണ്ട് മുഅ്മിനീങ്ങളെ. നഫ്സിന് പ്രയാസമുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ, അത് നഫ്സിന്റെ പ്രയാസം നമ്മൾ നോക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടണമെങ്കിൽ നഫ്സിനോട് കുറച്ച് പടപൊരുതാനുണ്ട്. അള്ളാഹു തആല ആ മുജാഹദ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അത് ഇപ്പൊ 4 വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. വേറെയും ചില കാര്യങ്ങൾ ഇതിന് ബാക്കി കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ പിന്നെ നമ്മൾ പെരുന്നാളാണ് വരുന്നത്. ആ ഒരു ആഴ്ച നമ്മൾ പെരുന്നാളിന് ഓഫ് ചെയ്യാണ്. അപ്പൊ അടുത്ത ക്ലാസ്സും കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിഷയങ്ങൾ തന്നെ കുറച്ചും കൂടെ ചർച്ച ചെയ്ത് തീർക്കാനുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ദീനിനെ ഇന്റേണലൈസ്, ദീനിനെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. പിന്നെ ദ്വാരക്കാനുള്ള വിഷയങ്ങളൊക്കെ വളരെ നിങ്ങൾ അത്യാവശ്യമാണ് എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. അല്ലാത്തതൊക്കെ ഇൻഷാ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. കാരണം അത് വായിച്ചിട്ട് എന്ത് ചെയ്യേണ്ട, സമയം വൈകിപ്പിക്കേണ്ട, അത് പ്രയാസമാകുന്നു വിചാരിക്കുന്നു. ചില ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ ആ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കേണ്ട വിഷയം പറയുകയും ചെയ്യും. അപ്പോ അത്യാവശ്യം